നമസ്തേ, എല്ലാ പ്രേക്ഷകർക്കും പുത്തൻ പുലരിയിലേക്ക് സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും നിരവധി വാർത്തകളുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും ഒരു ശുഭദിനം നേരുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. സിറിയയിൽ വിമതസേനയുടെ മുന്നേറ്റം. തലസ്ഥാനമായ ദമാസ്കസ് അടക്കം 3 നഗരങ്ങൾ പിടിച്ചെടുത്തു. പ്രസിഡന്റ് രാജ്യം വിട്ടെന്ന അഭ്യൂഹം. ശബരിമലയിൽ ഭിന്നശേഷിക്കാരനോട് പോലീസിന്റെ ക്രൂരത. പമ്പയിൽ വാഹനമിറങ്ങിയ സ്ഥലത്തേക്ക് ഡോളി വിട്ടില്ല. ദേവസ്വത്തെ അറിയിച്ചിട്ടും നടപടിയില്ല. ദുരനുഭവം തിരുവനന്തപുരം പാലോട് സ്വദേശി സജീവൻ. ഈ വർഷം നമ്മളിവിടെ നിന്ന് വന്നിട്ട് മണിക്കൂറോളം നമ്മൾ പമ്പയിൽ വളരെ ബുദ്ധിമുട്ടി ദേഹം അനുഭവിക്കേണ്ടി വന്നു. ഭഗവാനെ കാണാൻ വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മൾ അവിടെ നിന്ന് വന്നത്. വാഹനമൊക്കെ വാടാക്കി വിളിച്ചും ഞാനും എൻ്റെ അനിയൻ്റെ കൊച്ചും കൂടെ മാത്രമാണ് വന്നത്. വന്നാരൊക്കെ നമ്മൾ നിഷ്ഠമായ രീതിയിൽ പമ്പയിൽ ഇറക്കി വിട്ടിട്ട് ഡോളി വിട്ടുതരില്ല. ഡോളി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അയ്യപ്പനെ കാണാനുള്ള ഇതുള്ളൂ. അത് പൂരം നടത്തിപ്പ് നിയന്ത്രണത്തിൽ പ്രതിഷേധം ശക്തം. സർക്കാർ ഇടപെടണമെന്ന് ഉത്സവാഘോഷ കമ്മിറ്റികളും പൂരപ്രേമികളും. നിയമനിർമ്മാണം നടത്തണം. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ യോഗം ഇന്ന് തൃശ്ശൂരിൽ. ബംഗ്ലാദേശിൽ അറുതിയില്ലാതെ ഹിന്ദുവേട്ട. ജമാഅത്തെ ഇസ്ലാമിക്ക് മുന്നിൽ മുട്ടുമടക്കി യൂനിസ് സർക്കാർ. ഹിന്ദുക്കളെ വേട്ടയാടി സൈന്യവും. ദൃശ്യങ്ങൾ ജനൻ TV പുറത്തുവിടുന്നു. വിശദമായ വാർത്ത രാവിലെ 11-ന്. മുനമ്പത്തിനൊപ്പം BJP ദേശീയ നേതൃത്വം. കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ ഇന്ന് മുനമ്പം സന്ദർശിക്കും. ലക്ഷ്യം വിഷയം ദേശീയ തലത്തിൽ ഉയർത്തിക്കാട്ടൽ. തീരാ ദുരിതത്തിൽ KSRTC ജീവനക്കാർ. ശമ്പളം നൽകാത്തതിൽ പ്രതിഷേധവുമായി യൂണിയനുകൾ. 5-ാം തീയതിക്ക് മുൻപ് പെൻഷൻ നൽകുമെന്ന ഗതാഗത മന്ത്രിയുടെ വാക്കും കട്ടപ്പുറത്ത്. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിൽ ഉത്തരവ് ഇന്ന്. ഹർജി റിയാദ് കോടതി പരിഗണിക്കും. പ്രാർത്ഥനയോടെ കുടുംബം. ക്രൈസ്തവ സഭയ്ക്ക് അഭിമാനമായി മാർ ജോർജ് ജേക്കബ് കൂവക്കാടിന്റെ സ്ഥാനാരോഹണം. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പുതിയ കർദിനാൾമാരുടെ കുർബാന സമർപ്പണം ഇന്ന്. സന്തോഷ നിറവിൽ ചങ്ങനാശ്ശേരി മാമൂട് ഇടവക. നമുക്ക് വിശദമായ വാർത്തകളിലേക്ക് പോകാം. അതിനു മുൻപ് ഒരു ശുഭദിനാരംഭം ശബരിമലയിൽ നിന്ന് തന്നെയാകട്ടെ. കാരണം എല്ലാ ദിവസവും നമ്മൾ ഈ മണ്ഡലകാലം തുടങ്ങിയ ശേഷം എല്ലാ ദിവസവും തുടക്കം ശബരിമലയിൽ നിന്നാണ്. ശബരിമലയിലെ വിശേഷങ്ങൾ, തിരക്ക്, സുരക്ഷ ഒക്കെയും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിരുന്നു ഞങ്ങൾ ശ്രമിച്ചത്. ഇന്നും അങ്ങനെ തന്നെ. ശരണമെൻ്റെയ്യപ്പ. ശരണമെൻ്റെയ്യപ്പ പവർഡ് ബൈ അഴകുള്ള മുടിക്ക് വേണം ടോട്ടൽ കെയർ ഫ്രം എവിഎ കോട്ടക്കൽ ആയുർവേദ. ശരിയായ ആയുർവേദം, ശരിയായ ഫലപ്രാപ്തി. കോ പവർഡ് ബൈ ഇനി എന്നും നിങ്ങളുടെ പ്രഭാത ഭക്ഷണം BKD സ്റ്റീം പുട്ടുപൊടി, റിച്ച് ആൻഡ് സോഫ്റ്റ്. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. ഗോൾഡ്, ഡയമണ്ട്, ജെംസ്. ആതുര സേവന രംഗത്ത് സമർപ്പിത സേവനത്തിന്റെ 50 വർഷങ്ങൾ. ഭാരത് ഇൻ അസോസിയേഷൻ വിത്ത് മകരജ്യോതി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, പൂനെ, മഹാരാഷ്ട്ര. ഇനി നമ്മുടെ വീട്ടിൽ ഉദയഭാരത് കലണ്ടർ തന്നെ. ചക്കുളത്തുകാവിൽ പൊങ്കാല 2024 ഡിസംബർ 13 വെള്ളിയാഴ്ച. ശബരിമല സന്നിധാനം ശരണമന്ത്ര മുഹരിതമാണ്. ഇന്നും വലിയ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്നലെ ദർശനത്തിനെത്തിയത് 79,296 പേരാണ്. സന്നിധാനത്ത് നിന്നും അഖിൽ പാലോട്ടുമഠം ചേരുന്നുണ്ട്. അഖിൽ, സ്വാമി ശരണം, നമസ്തേ. ഇന്ന് അവധി ദിനമാണ്. ഇന്നലെയും അത് തന്നെയായിരുന്നു. അതുകൊണ്ട് തിരക്ക്
നിയന്ത്രണാതീതമാണ് എന്ന് കരുതുന്നു. അയ്യന്റെ സന്നിധിയിലേക്ക് ഒഴുക്ക് തുടരുക തന്നെയല്ലേ? കൃഷ്ണരാജ്, രജനി, സ്വാമി ശരണം. ശബരിമല സന്നിധാനം ഇന്ന് ശരണമന്ത്രങ്ങളാൽ മുഖരിതം തന്നെയാണ്. ഭഗവാന്റെ മുമ്പിലേക്ക് ഒരു നോക്ക് ഭഗവാനെ കാണുന്നതിലേക്ക് വേണ്ടി എല്ലാവരും വലിയ ആത്മനിർവൃതിയോടെയും ആത്മശാന്തിയോടെയും എത്തുകയാണ്. ഇന്നലെ ദർശനത്തിന് എത്തിയത് ഏകദേശം 80,000-ഓളം പേരാണ് ഇന്നലെ ദർശനത്തിനായി എത്തിയത്. 79,296 പേരാണ് ഇന്നലെ ദർശനത്തിനായി എത്തിയത്. ഇന്ന് രാവിലെ 3 മണിക്ക് നട തുറന്ന് ഈ ഏകദേശം 6 മണിയുടെ കണക്ക് പുറത്തു വരുമ്പോഴും ഏകദേശം 15,000 പേർ ഇപ്പോൾ തന്നെ ദർശനം നടത്തി കഴിഞ്ഞു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കിപ്പോൾ ഞാൻ നിൽക്കുന്നത് സന്നിധാനത്തിന് ശ്രീകോവിലിന് തൊട്ട് മുമ്പിലാണ്. ഈ കൊടിമരത്തിന്റെയും നമ്മൾ കയറിപ്പോകുന്ന ബലിമണ്ഡപത്തിന്റെയും ഒക്കെ തന്നെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ നമുക്ക് കാണുന്നത് പോലെ തന്നെ ഫ്ലൈ ഓവറിലേക്ക് അയ്യപ്പ ഭക്തർ വന്നു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. 18-ാം പടി കയറി ഫ്ലൈ ഓവറിലൂടെയാണ് രാവിലെ അയ്യപ്പ ഭക്തരെ ശ്രീകോവിലിന്റെ മുമ്പിലേക്ക് കടത്തിവിടുന്നത്. അയ്യപ്പ ഭക്തർ അവിടെ എത്തിയതിനു ശേഷം ഭഗവാനെ തൊഴുത് മടങ്ങുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഭക്തജന വലിയ രീതിയിൽ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നില്ല എങ്കിൽ പോലും എന്നാലും ഒരു ഭക്തജന തിരക്ക് ഉണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം ഇന്നലെ രാത്രിയോടെയൊക്കെ മല കയറി എത്തിയ അയ്യപ്പ ഭക്തർ അതിനുശേഷം രാവിലെ വന്നതിനു ശേഷം അവരെ കാണാനായി നിൽക്കുന്ന ഓരോ അയ്യപ്പ ഭക്തരുമുണ്ട്. ആ അയ്യപ്പ ഭക്തരാണ് ഇപ്പോൾ ഈ ക്യൂവിൽ നിൽക്കുന്നത്. അവരെ നിയന്ത്രിച്ച് വിടുന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. എന്തായാലും നമുക്ക് താഴെ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ആഴിക്ക് സമീപമായി വലിയ നടപ്പന്തൽ കഴിഞ്ഞ ആഴിയുടെ സമീപത്തോടെ 18-ാം പടി കയറാൻ നിൽക്കുന്ന അയ്യപ്പ ഭക്തരെ കാണുന്ന സമയത്തും വലിയ ഒരു തിരക്കില്ലാത്ത രീതിയിൽ തന്നെയാണ്. കാരണം അവിടെ ആഴിയുടെ ഇപ്പുറത്ത് 18-ാം പടിയുടെ 2 സൈഡിലാണ് അല്ലെങ്കിൽ ഗ്രില്ലുകൾക്കുള്ളിലാണ് അയ്യപ്പ ഭക്തരെ നിർത്തിക്കാറ്. ഇത്തവണ ഇപ്പോൾ നമുക്ക് രാവിലെ കാണുന്നതനുസരിച്ച് ഒരു സ്ഥലത്ത് മാത്രമാണ് അയ്യപ്പ ഭക്തർ ഉള്ളത്. മറ്റു സ്ഥലത്ത് അയ്യപ്പ ഭക്തർ താരതമ്യേന വന്ന് നിന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. എന്തായാലും അയ്യപ്പ ഭക്തർ സുഗമമായി തന്നെ അയ്യപ്പസ്വാമിയെ കണ്ട് തൊഴുത് ഭഗവാന്റെ ദർശനം നേടി ദർശന പുണ്യം നേടി ഭഗവാന്റെ ആ പുണ്യദർശനം നേടി മടങ്ങുന്ന കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഈ മണ്ഡലകാലത്തിന്റെ ഒരു ആത്മ സമീപനത്തോടു കൂടി തന്നെ അയ്യപ്പസ്വാമിയെ കണ്ടു പോകുന്ന കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയ ആത്മസന്തോഷം നൽകുന്ന ഒരു കാര്യം. ഓരോ അയ്യപ്പ ഭക്തനെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പ സ്വാമിയെ കാണുക എന്നതാണ് 41 ദിവസത്തെ വ്രതം നോറ്റ് കെട്ടുനിറച്ച് നെയ്ത്തേങ്ങയുമായി പമ്പയിലെത്തി പമ്പ സ്നാനം കഴിഞ്ഞ് മല കയറി എത്തുന്ന അയ്യപ്പ സ്വാമിയെ ഒരു നോക്ക് കാണുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് എല്ലാ അയ്യപ്പ ഭക്തരും ഇവിടേക്ക് എത്തുന്നത്. എന്തായാലും ഇന്നലത്തേനെ അപേക്ഷിച്ച് ഇന്ന് ചിലപ്പോൾ തിരക്കുണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന്. ഞായറാഴ്ചയാണ്, അവധി ദിവസമാണ്, ഒരു തിരക്കുണ്ടാകാനുള്ള സാധ്യത. പക്ഷെ കഴിഞ്ഞ 2 ഞായറാഴ്ചകളിലും അധിക തിരക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കണക്കുകൾ ചോദിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് ശനിയാഴ്ച അവിടുന്ന് കെട്ടുനിറച്ച് ഞായറാഴ്ച എത്തി വീണ്ടും തിങ്കളാഴ്ചയോടുകൂടി മറ്റു കാര്യങ്ങളിലേക്ക് തന്നെ പോകാൻ സാധിക്കുന്ന തരത്തിലാണ്. വെള്ളി വൈകുന്നേരം ഇരുമുടി കെട്ടി കയറുക, ശനി തിരിച്ചിറങ്ങുക, ഞായർ വിശ്രമിക്കുക, തിങ്കളാഴ്ച മുതൽ വീണ്ടും അവരവരുടെ മേഖലകളിലേക്ക് പോവുക. അതാണ് ഒരു പതിവ്. സാധാരണ വെള്ളി ശനി ദിവസങ്ങളിൽ പിന്നെ ഞായറാഴ്ച ഉണ്ടാകും. കാരണം ഞായറാഴ്ച പക്ഷേ ശനിയാഴ്ചയുടെ അത്ര ഉണ്ടാകുമോ എന്ന സംശയമുണ്ടായിരുന്നു. തിങ്കളാഴ്ച സ്കൂളുകളിലേക്ക് പോകേണ്ട കുട്ടികളുണ്ടാകാം, ജോലിക്ക് പോകേണ്ടവരുണ്ടാകും. അതുകൊണ്ട് സാധാരണ ഞായറാഴ്ച പൊതുവെ തിരക്കുണ്ടാകും. പക്ഷേ ശനിയുടെ അത്രയും ഉണ്ടാകുമോ എന്ന് സംശയമുണ്ട്. ഏതായാലും ഇന്ന് ഭക്തജന തിരക്ക് രാവിലെ ഒരല്പം നിയന്ത്രണ വിധേയമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം 80,000-ഓളം പേർ, അതായത് ഇന്നലെ കയറിയത് 80,000-ഓളം പേരാണ്. അപ്പോൾ 70,000 എന്ന വെർച്വൽ ക്യൂ അത് 80,000-ന് അടുത്തെത്തി നിൽക്കുന്നു. അങ്ങനെയാണോ? വെർച്വൽ ക്യൂ 70,000-ഉം സ്പോട്ട് ബുക്കിംഗ് 10,000-ഉം ഉണ്ട്. അങ്ങനെ നോക്കിയാലും 80,000 പേരുണ്ട്. പക്ഷേ ഇത് അറിയാതെ വരുന്ന ചില വയസ്സായ അയ്യപ്പ ഭക്തരൊക്കെ ഉണ്ട്. അവരുടെയും കൂടി കണക്ക് അവരെയും ഇവിടെ കയറ്റിവിടുന്നുണ്ട്. അവിടെ തന്നെ നമ്മൾ കയറി വരുന്നതിൻ്റെ അവിടെ നാലമ്പലത്തിൻ്റെ സൈഡിലായിട്ട്, അതായത് വലിയ നടപ്പന്തലിൻ്റെ സമീപനമായിട്ട് ഒരു സ്പോട്ട് ബുക്കിംഗ് കൂടി കൊടുത്ത് അവരെ കടത്തിവിടുന്നുണ്ട്. എന്തായാലും 80,000 പേരാണ് സ്പോട്ട് ബുക്കിങ്ങിലൂടെയും ഇതിലൂടെയും ഒക്കെ തന്നെ ആൾക്കാരെ എത്തിക്കുന്നത്. ആ 80,000-ലേക്ക് കാര്യങ്ങൾ
പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് അതീതമായി ഏകദേശം ഒരു 1,00,000 അടുപ്പിച്ച് ഏകദേശം 92,000 സംതിങ് ആൾക്കാർ ദർശനത്തിനെത്തിയത്. ഈ മണ്ഡലകാലത്തിൽ 22 ദിവസം പിന്നിടുമ്പോഴാണ് ഇന്ന് 24ാമത്തെ ദിവസമാണ് മണ്ഡലകാലത്തിന്റെ. 22ാമത്തെ ദിവസമാണ് 92,000, അതായത് 90 കടന്നുള്ള ഒരു അയ്യപ്പ ഭക്തരുടെ ഇതിലേക്ക് എത്തുന്നത്. അതിനു മുമ്പ് കഴിഞ്ഞ മാസം 29ാം തീയതിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അതിനു മുമ്പ് എത്തിയത്, 88,000 പേർ എത്തിയത്. അങ്ങനെ എന്തായാലും പക്ഷേ ദേവസ്വം ബോർഡും സർക്കാരും ഒക്കെ കണക്ക് കൂട്ടിയതുപോലെ 80,000-നും 1,00,000-നും ഇടയിലുള്ള അയ്യപ്പ ഭക്തർ എത്തുന്നു. അവർക്കുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നു, അവർക്കുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നു. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഇനി ചിലപ്പോൾ അയ്യപ്പ ഭക്തർ എത്താൻ സാധ്യതയുണ്ട് കൃഷ്ണരാജ. കാരണം എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് അവധി ദിവസങ്ങളാണ്. ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞ് അവധിയിലേക്ക് കടക്കുന്ന ദിവസമാണ്. അങ്ങനെ അവധിയിലേക്ക് കടക്കുന്ന സമയത്ത് കൂടുതലായിട്ട് അയ്യപ്പ ഭക്തർ എത്താനുള്ള ഒരു സാഹചര്യമുണ്ട് എന്ന് ദേവസ്വം ബോർഡ് വിലയിരുത്തുന്നു. കാരണം ഇപ്പോൾ അധികവുമായി എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും ഒക്കെയുള്ള അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരാണ്. ഈ അവധിയിലേക്ക് കടക്കുമ്പോൾ ഏകദേശം ഈ മാസത്തിന്റെ പകുതി കഴിഞ്ഞ മണ്ഡലകാലം കഴിഞ്ഞ് അവസാനത്തിലേക്ക് പോകുന്ന സമയത്ത് പിന്നെ കേരളത്തിലെ അയ്യപ്പ ഭക്തരായിരിക്കും കൂടുതലാക്കി എത്തുക. മണ്ഡലപൂജ അടുപ്പിച്ചെത്തുക കേരളത്തിലെ അയ്യപ്പ ഭക്തരായിരിക്കും എന്നുള്ളൊരു വിലയിരുത്തലിലേക്കാണ് ഇപ്പോൾ പോലീസും ദേവസ്വം ബോർഡും ഒക്കെ പോകുന്നത്. എന്തായാലും വലിയ ആത്മസന്തോഷത്തോടു കൂടി തന്നെയാണ് സന്നിധാനത്തെത്തുന്ന ഓരോ അയ്യപ്പനും അയ്യപ്പസ്വാമിയെ കണ്ട് സായുജ്യമടഞ്ഞു പോകുന്ന കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് കൃഷ്ണരാജ്. തീർച്ചയായിട്ടും. എന്തായാലും അഖില് ഞങ്ങളുടെ സ്ഥിരം പ്രേക്ഷകയായ ഉഷ നെല്ലൂർജി സ്വാമി ശരണമൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ജനൻ ടിവിക്കും ജനൻ ടി വി കുടുംബത്തിനും എല്ലാ അംഗങ്ങൾക്കും എല്ലാ പ്രേക്ഷകരും നമസ്തേയൊക്കെ തന്നെ പറയുന്നുണ്ട് കൃഷ്ണരാജ്. അതുപോലെ തന്നെ രജനിജി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ സ്വാമി ശരണം നമസ്തേ ഒക്കെ തന്നെ പറഞ്ഞ് നമ്മളോടൊപ്പം ഇന്നും ചേരുന്നുണ്ട്. വളരെ അഭിമാനം തന്നെയാണ് ആ ഒരു വിഷയത്തിൽ, അല്ലേ? കാരണം ഇത്രയധികം പ്രേക്ഷകർ നമ്മളോടൊപ്പം എന്നും സ്ഥിരം പ്രേക്ഷകരാണ് ഇവരെന്ന് പറയുന്നത്. മാത്രമല്ല മറ്റ് പുതിയ പുതിയ പ്രേക്ഷകരും വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരും ജനൻ ടി വി കാണുന്നു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും സന്നിധാനത്തെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അഖിൽ പാലോട്ടുമഠം. മറ്റൊരു പ്രധാന വാർത്തയിലേക്കാണ് വീണ്ടും പോകുന്നത്. ശബരിമല ദർശനത്തിലെത്തിയ ഭിന്നശേഷിക്കാരന് ഡോളി നിഷേധിച്ച് പോലീസ്. പമ്പയിൽ വാഹനമിറങ്ങിയ സ്ഥലത്തേക്ക് ഡോളി വിട്ടില്ല. തിരുവനന്തപുരം പാലോട് സ്വദേശി സജീവിനാണ് ഡോളി നിഷേധിക്കപ്പെട്ടത്. റോഡിൽ കിടക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് ഡോളി പോലീസ് വിട്ടതെന്ന് സജീവ് ജനം ടി വിയോട് പറഞ്ഞു. ദേവസ്വം അധികൃതരെ അറിയിച്ചപ്പോഴും നടപടി ഉണ്ടായില്ലെന്നും സജീവ് ജനം ടി വിയോട് പ്രതികരിച്ചു. ഈ വർഷം നമ്മളിവിടെ നിന്ന് വന്നിട്ട് മണിക്കൂറോളം നമ്മൾ പമ്പയിൽ വളരെ ബുദ്ധിമുട്ടി ദേഹം അനുഭവിക്കേണ്ടി വന്നു. ഭഗവാനെ കാണാൻ വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മൾ അവിടെ നിന്ന് വന്നത്. വാഹനമൊക്കെ വാടകയ്ക്ക് വിളിച്ചും ഞാനും എൻ്റെ അനിയനും അനിയൻ്റെ കൊച്ചും കൂടെ മാത്രമാണ് വന്നത്. വന്നാരൊക്കെ നമ്മൾ നിഷ്ഠമായ രീതിയിൽ പമ്പയിൽ ഇറക്കി വിട്ടിട്ട് ഡോളി വിട്ടുതരില്ല. ഡോളി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അയ്യപ്പനെ കാണാനുള്ള ഇതുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഡോളി കയറാനുള്ള സമയം കിട്ടിയില്ല. ഒരുപാട് താമസിച്ചു. ഒരു സാറ് വന്നിട്ട് പറഞ്ഞ് ഡോളി ബുക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് പോയിട്ട് ആ സാറിനെ പിന്നെ കണ്ടതുമില്ല. ഡോളിക്കാർ വന്നപ്പോൾ ഡോളിക്കാർ അവിടെ നിന്ന് ഇങ്ങോട്ട് കടത്തിവിടാതായി. നമ്മൾ വളരെ ബുദ്ധിമുട്ടിൽ കൂടിയാണ് നമ്മൾ ആ ഡോളിക്കാരെ നമ്മൾ പിന്നെ സമാധാനപ്പെടുത്തി അവരെ നമ്മളെ ഏറ്റു പറഞ്ഞാണ് അവർ ഡോളി എടുത്തത്. അങ്ങനെയൊക്കെ പല സംഭവങ്ങളുണ്ടായി. ഇതുവരെ 11 വർഷത്തിന് ശേഷം ആദ്യമായിട്ടുള്ള സംഭവമാണ് ഈ നടന്നിരിക്കുന്നത്. വിവരങ്ങളുമായി വീണ്ടും അഖിൽ പാലോട്ടുമഠം ചേരുന്നുണ്ട്. അഖിൽ, ഈ പാലോടുകാരൻ എൻ്റെ നാട്ടുകാരനാണ്, ഭിന്നശേഷിക്കാരനാണ്. എല്ലാ വർഷവും പോകുമ്പോൾ ഡോളി ബസ് ഇറങ്ങുന്നിടത്ത് തന്നെ കിട്ടാറുണ്ട്. പക്ഷേ ഇത്തവണ പോലീസ് അത് നിഷേധിക്കുന്നു. ദേവസ്വം ബോർഡിനെ അറിയിച്ചപ്പോൾ അവരും അത് ശ്രദ്ധിക്കുന്നതേയില്ല. അവസാനം സ്വന്തം നിലയ്ക്ക് ഡോളിക്കാരനോട് അപേക്ഷിച്ച് മലകയറുകയാണ്. വലിയ ഒരു ദുരന്തം എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ ഭിന്നശേഷിക്കാരായവർ അയ്യനെ കാണാൻ ആഗ്രഹിച്ച് വരുന്നു. അവരെപ്പോലും നിരാകരിക്കുന്ന ഒരു സംവിധാനമോ സന്നിധാനത്ത്, ശബരിമലയിൽ, പമ്പയിൽ? കൃഷ്ണരാജ്, നമ്മൾ ശബരിമലയുടെ പാട്ടുകൾ കേൾക്കുന്ന സമയത്തൊക്കെ തന്നെ കേട്ടിട്ടുള്ളതാണ്. കാലില്ലാത്തവനും ശബ്ദമില്ലാത്തവനും ഒക്കെ തന്നെ അയ്യപ്പസ്വാമി കനിഞ്ഞു നൽകുന്ന ഈ സന്നിധാനത്തേക്ക് എത്തുന്ന ഒരു അയ്യപ്പനോട് കൂടിയാണ്. പോലീസ് അയ്യപ്പന്മാരെ ഒക്കെ തന്നെ വലിയ സന്തോഷത്തോട് സ്വീകരിക്കുന്ന, വലിയ ബഹുമാനത്തോടെ കാണുന്ന ഒരു കൂട്ടം, ഏതു സംസ്ഥാനത്ത് നിന്ന് എത്തിയാലും അവരെയൊക്കെ തന്നെ ബഹുമാനത്തോടെ കാണുന്ന അയ്യപ്പ ഭക്തരാണ് ഈ സന്നിധാനത്തേക്ക് എത്തുന്നത്. പക്ഷേ ചില പോലീസുകാരെങ്കിലും അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ
കേൾപ്പിച്ച സജീവന്റെ വാക്കുകൾ. 11 വർഷമായി ആ രണ്ടു കാലും തളർന്ന, അല്ലെങ്കിൽ 95% അംഗവൈകല്യമുള്ള ഒരു മനുഷ്യൻ അയ്യപ്പസ്വാമിയെ കാണുക എന്ന ഭക്തിയോടുകൂടി സന്നിധാനത്തേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തെ സന്നിധാനത്തേക്ക് എത്തിക്കുക എന്നുള്ളത് ഓരോ അയ്യപ്പന്റെയും അല്ലെങ്കിൽ ഓരോ ഭക്തന്റെയും ഒക്കെ തന്നെ കടമയാണ് എന്ന് കരുതേണ്ടിടത്താണ്. അദ്ദേഹത്തിന്റെ അരികിലേക്ക് നമുക്ക് എല്ലാവരും, ഞാനും കൃഷ്ണരാജും ഒക്കെ ശബരിമലയിൽ കെട്ടുനിറച്ച് വന്നിട്ടുള്ളവരാണ്. ആ പമ്പയിലേക്ക് വന്നിറങ്ങി ആ റോട്ടിൽ നമ്മൾ ആ പെട്രോൾ പമ്പിന്റെ അവിടെയാണ് സ്വാഭാവികമായി വാഹനങ്ങൾ വന്ന് ഏറ്റവും അവസാനം നിൽക്കുന്നത്. അവിടെ നിന്ന് അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ പടിയിറങ്ങി പമ്പ മറിച്ചു കടന്ന് അവിടെ നിന്നാണ് ഗണപതി കോവിലിന്റെ അവിടെ കൂടെ കയറി അദ്ദേഹത്തിന് ട്രോളിയുള്ള സ്ഥലത്തേക്ക് എത്താൻ സാധിക്കുക. പക്ഷേ ആ ട്രോളിയുള്ള സ്ഥലത്തേക്ക് പോലും വരാൻ സാധിക്കാത്ത തരത്തിൽ വൈകല്യമുള്ള ഒരാളോടാണ് പോലീസുകാർ ഇത്തരത്തിലൊരു ക്രൂരത എന്ന വാക്ക് ഉപയോഗിക്കേണ്ടി വരുന്നു. ക്രൂരത തന്നെ കാണിച്ചിരിക്കുന്നത്. കാരണം അങ്ങനെ ഒരാൾ ആവശ്യപ്പെട്ടാൽ ഇരു കൈയും നീട്ടി ആ പോലീസ് അയ്യപ്പൻ മുഴുവൻ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തി കൊടുക്കേണ്ട ഇടത്താണ് ട്രോളിയെ അങ്ങോട്ട് കടത്തിവിടാതെ അല്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ സാധിക്കില്ല എന്ന പറഞ്ഞ് തൊട്ടൂരം കാണിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അദ്ദേഹം പലതവണ ആവർത്തിച്ച് പല ഉദ്യോഗസ്ഥരെയും വിളിക്കുന്നു, അദ്ദേഹത്തിന് അറിയാവുന്ന മുഴുവൻ ആൾക്കാരെയും വിളിക്കുന്നു, ദേവസ്വം അധികൃതരെ അറിയിക്കുന്നുണ്ട്. അങ്ങനെയെല്ലാം ചെയ്തതിനു ശേഷവും അദ്ദേഹത്തിന് ആ ട്രോളി അരികിലേക്ക് എത്താകുമ്പോൾ ഏറ്റവും അവസാനം സേവാഭാരതിയുടെ ആൾക്കാരാണ് അദ്ദേഹത്തെ അവിടെ ചെന്ന് അദ്ദേഹത്തെ 18ാം പടിയുടെ അരികിലേക്ക് എത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അദ്ദേഹം അത് കഴിഞ്ഞ് മുകളിലേക്ക് എത്തുമ്പോഴാണ് നമ്മളോട് പ്രതികരിക്കുന്നത്, ഞാൻ 11 വർഷമായി ശബരിമല സന്നിധാനത്തേക്ക് തീർത്ഥാടനത്തിനായി വരുന്നു, അയ്യപ്പസ്വാമിയെ കാണാൻ വരുന്നു. അങ്ങനെ 11 വർഷവും ഇല്ലാത്ത ഒരു കീഴ്വഴക്കമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഞാൻ ടോളിയിലാണ് എല്ലാ വർഷവും വരുന്നത്. അത്രയും ഞാൻ വലിയ സാമ്പത്തികമുള്ള ആളല്ല, പക്ഷേ ആ സാമ്പത്തികം ഇല്ലായിരുന്നിടത്ത് പോലും ഞാൻ അയ്യപ്പസ്വാമിയെ കാണുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അഖിലേക്ക് വരാം. ഇപ്പോൾ സജീവൻ തന്നെ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. സജീവൻ, വാർത്ത മനസ്സിലാക്കുന്നു, ദുരിതമുണ്ടായി, പക്ഷെ ഒടുവിൽ റോഡിൽ കിടക്കും എന്ന് പറഞ്ഞപ്പോഴാണ് വഴങ്ങിയത് എന്ന് കേൾക്കുന്നു. എങ്കിലും ഒരിക്കൽ കൂടി എന്താണ് സംഭവിച്ചത്? നമ്മൾ തിരുവനന്തപുരം പാലോട് സ്വാമി സർവസ് പരതന്നൂരിൽ നിന്ന് വന്നതാണ്. ഹലോ, പറഞ്ഞോളൂ. നമ്മൾ അവിടെ വരുമ്പോഴത്തേക്ക് അവിടെ ഉദ്യോഗസ്ഥന്മാർ വന്ന് നമ്മളെ വന്ന വാഹനത്തിൽ നിന്ന് നമ്മളെ റോട്ടിൽ ഇറക്കിയിട്ട് വാഹനം എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റിത്തരണം, മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ വാഹനം നമ്മൾ എടുത്തു മാറ്റും, അല്ലെങ്കിൽ ഇതിന് പിഴയടക്കേണ്ടി വരും എന്ന് പറഞ്ഞ് നമ്മളെ വളരെ നിശ്ചിതമായ രീതിയിൽ നമ്മളെ റോട്ടിൽ ഇറക്കി നിർത്തി. 8 മണിക്കൂറോളം കഴിഞ്ഞിട്ട് 2-3 പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്ന് വാഹനം മാറ്റിയിട്ട് നമ്മളെ റോഡിൽ ഇറക്കിയിട്ട് നമ്മൾ വന്ന് ഡോളി വേണം എന്ന് പറഞ്ഞപ്പോൾ ഡോളി ഒക്കെ തരാം, അത് തരാം, ഇത് തരാം, ഇപ്പൊ സെറ്റ് ചെയ്ത് തരാം എന്ന് പറഞ്ഞ് പലരും വന്ന് നമ്മളെ അവിടെ റോഡിൽ മണിക്കൂറോളം ഇരുത്തി ബുദ്ധിമുട്ടിച്ചതിന് ശേഷം ഞാൻ തന്നെ ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ റോഡിൽ നിന്ന് അങ്ങോട്ട് നിന്നിട്ട് ഒറ്റ വാഹനങ്ങൾ പോകാത്ത രീതിയിൽ ഞാനിവിടെ തോർത്ത് വിരിച്ച് ഇവിടെ കിടക്കും, ഞാനിവിടെ പ്രതിഷേധം നടത്തും എന്ന് പറഞ്ഞതിന് ശേഷം ആണ് ആരോ ഒരു ഡോളി വന്നു. ആ ഡോളി വന്നപ്പോൾ ഡോളിക്കാരെ അവിടെ നിന്ന് വളരെ ഇങ്ങോട്ട് കടത്തിവിടാതെ അവർ നിർത്തിയിരുന്നു. പിന്നെ ഡോളിയിൽ ഒരാൾ വന്ന് സംസാരിച്ച് അപ്പോൾ പറഞ്ഞു, ആരെങ്കിലും ഏറ്റാലേ പറ്റൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഫുള്ളായിട്ട് ഉത്തരവാദിത്തം ഏൽക്കുന്നുണ്ട്, ഞാൻ ഏറ്റോളാം, നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഞാൻ സഹിച്ചോളാം എന്ന് പറഞ്ഞ് ഞാൻ അതിന് പരിഹാരം കാണാമെന്ന് പറഞ്ഞ് ഡോളിക്കാരെ ബുക്ക് ചെയ്താണ് ഞങ്ങൾ ഡോളിയിൽ പോയത്. അങ്ങനെ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി. 10 വർഷത്തിന് ശേഷം ആദ്യത്തെ സംഭവമാണ്. അതുകൊണ്ട് അയ്യപ്പനെ കാണാൻ വന്ന ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ് സർക്കാരിന്റെ നിയമം, ഇപ്പോഴത്തെ പുതിയ വ്യവസ്ഥകൾ എന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല. നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടി. ഞാനും എൻ്റെ അനിയനും അനിയന്റെ ചെറിയൊരു കുഞ്ഞുമായിട്ട് അവിടെ നമ്മൾ റോട്ടിൽ വളരെ പൊടിയും വാഹനത്തിന്റെ പൊടിയടിച്ചും മറ്റ് ഇതുമായി ബുദ്ധിമുട്ടിലുണ്ടായി. ഒരു ഭിന്നശേഷിക്കാരനാണ്. ആരെങ്കിലും എടുത്താൽ മാത്രമേ 95% ഭിന്നശേഷിക്കാരനാണ്. എടുത്താൽ മാത്രമേ ഒരു കസേരയിൽ പോലും ഇരുത്താനുള്ള സാഹചര്യമുള്ളൂ. അങ്ങനെ അവിടെ വളരെ ജനങ്ങളൊക്കെ ഭക്തരൊക്കെ കൂടി ഒക്കെ വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. സജീവൻ ഇപ്പോൾ എവിടെയാണുള്ളത്? ഈ ദർശനം കഴിഞ്ഞു മടങ്ങി. തിരികെ ഭരതന്നൂരെത്തിയോ? ഭരതന്നൂരെത്തി. ശരി, ഇത് ഇക്കാര്യം ദേവസ്വം അധികൃതരെ വിളിച്ച് പറഞ്ഞിരുന്നോ? ദേവസ്വം അധികൃതരെ വിളിക്കാൻ നമ്മളെ നമ്പരൊന്നും ഇല്ലല്ലോ സാറേ. നമ്മളിവിടെ നിന്ന് അത് പ്രതീക്ഷയോടൊന്നും അല്ലല്ലോ വന്നത്. പിന്നെ ആരെയാണ് ഇക്കാര്യങ്ങൾ ആദ്യം അറിയിച്ചത്? പോലീസ് അനുകൂലമായി നിൽക്കുന്നില്ല, അതായത് ഡോളി തരാമെന്ന് പറഞ്ഞ് പറ്റിച്ച് പോകുന്നു, ഒടുവിൽ തോർത്ത് വിരിച്ച് നിരത്തിൽ കിടക്കും എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു ശ്രമമെങ്കിലും നടത്താൻ തയ്യാറായത്. ഈ പരാതി ജനൻ ടി വിയോടാണ് ആദ്യം പറഞ്ഞത്.
കേൾക്കാമോ? കേൾക്കാം. ജനം ടി വിയോടാണ് ആദ്യം നമ്മൾ പറഞ്ഞത്. ആ അധികം ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവപ്പെട്ടു. ശരി സജീവൻ, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഒരു ഭിന്നശേഷിക്കാരൻ വരുന്നതാകട്ടെ അയ്യനെ കണ്ടു മടങ്ങണം എന്ന അതിയായ ആഗ്രഹം കൊണ്ടാണ്. അതായത് തൻ്റെ പരിമിതികൾ മറച്ചുവെച്ച് മാറ്റിവെച്ച് എങ്ങനെയും അതും തുടരെ മല കയറുന്ന ഒരാളാണ്. പറയുന്നുണ്ട് 11 വർഷത്തിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുന്നത്. ഒരു ദുരനുഭവം എന്ന് തന്നെ പറയണം. അവിടെ സഹായിക്കുന്ന പോലീസുകാരും ഉണ്ട് കേട്ടോ, എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. ഏതായാലും അദ്ദേഹത്തിന് അയ്യനെ കണ്ട് മടങ്ങാനായി. അതിന് നമ്മളൊരു കാരണവുമായി. വളരെ സന്തോഷമുള്ള ഒരു നിമിഷമാണ്. ഇനിയും മല കയറണം. ആ ഒരു ധീരമായ പോരാട്ടം എന്ന് തന്നെ പറയണം. ഓരോ മലകയറ്റവും ഒരു പോരാട്ടമാണ് ശരിക്കും അങ്ങേപ്പോലുള്ളവർക്ക്. വളരെയധികം നന്ദി ശ്രീ സജീവ് പ്രതികരിച്ചതിന്. അഖിൽ പറഞ്ഞു വന്നത് തുടർന്നോളൂ. സജീവൻ പറഞ്ഞു നടത്തിയെടുത്തതെന്നാണ് കൃഷ്ണരാജ പറയാനുള്ളത്. സന്നിധാനത്തെത്തുന്ന ഓരോ അയ്യപ്പ ഭക്തനും എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ആദ്യം ഓടിയെത്താൻ സാധിക്കുന്നത് നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ഈ മൈക്കൈഡിയുടെ മുന്നിലേക്കാണ് എന്നതാണ് ഏറ്റവും ആത്മവിശ്വാസം പകരുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ആ സജീവൻ പമ്പയിൽ വന്നിറങ്ങി അവിടെ നിന്നും ട്രോളി കിട്ടാതെ മുകളിലേക്ക് എത്തുമ്പോഴും ആ പോലീസ് ഉദ്യോഗസ്ഥരെയും ദേവസ്വം അധികൃതരെയും എല്ലാവരെയും വിളിക്കുമ്പോഴും ആ പരാതി ആദ്യം പറയാൻ അവർക്ക് തോന്നുന്നത് അത് ജനം ടി വിയോടാണ് എന്നതാണ്. അവർക്ക് ഭക്തർക്ക് ഇന്നും ആത്മവിശ്വാസം പകരുന്നത് അവരോടൊപ്പം ഉണ്ടാകുന്ന ഒരു മാധ്യമമെന്ന നിലയ്ക്ക് അവർക്ക് എന്ത് പ്രയാസവും വന്നു പറയാൻ സാധിക്കുന്ന ഒരു മാധ്യമം എന്ന നിലയിൽ അത് ജനം ടി വി ആണ് എന്ന വാക്കുകൾ തന്നെ നമുക്ക് മനസ്സു നിറയ്ക്കുന്നതാണ്. എന്തായാലും ദേവസ്വം അധികൃതർക്കോ അല്ലെങ്കിൽ പോലീസുകാർക്കോ ഇതൊന്നും കണ്ടിട്ട് മനസ്സിലാകുന്നില്ലേ എന്നതാണ് ഏറ്റവും സംശയകരമായി നിലനിൽക്കുന്നത്. കാരണം ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരാൾ കടന്നു വരുന്നു. അദ്ദേഹത്തെ സുഗമമായ രീതിയിൽ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് എത്തിക്കുക, ക്യൂവിലൊന്നും നിർത്താതെ തന്നെ അദ്ദേഹത്തെ 18-ാം പടിയുടെ താഴെ എത്തിക്കുക, 18-ാം പടി അദ്ദേഹത്തിന് പൂർണ്ണമായും തൊട്ടുതൊഴുത് അയ്യന്റെ തിരുനടയിലേക്ക് എത്താനുള്ള പൂർണ്ണമായ സജ്ജീകരണം ഒരുക്കുക എന്ന് പറയുന്നത് ഇവിടുത്തെ ഭരണ സംവിധാനത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് മറന്നു പോകുന്നിടത്താണ് അദ്ദേഹത്തിന് നമ്മളുടെ പോലുള്ള ആൾക്കാരുടെ മുമ്പിൽ പരാതിയുമായി എത്തേണ്ടി വരുന്നത് എന്നതാണ് ഏറ്റവും നിസ്സഹായമായ ഒരു കാര്യം. എന്തായാലും അദ്ദേഹം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ തന്നെ ദേവസ്വം അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ അവരുടെ ഒന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, പരിശോധിക്കാമെന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നെന്തായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും. കൃഷ്ണരാജ്, ശരി. സന്നിധാനത്ത് പമ്പയിൽ ഭിന്നശേഷിക്കാരനായ ഭക്തന് ദുരനുഭവം നേരിടേണ്ടി വരുന്നു. വന്നിറങ്ങിയ പാടെ ഡോളി ആവശ്യപ്പെടുമ്പോൾ ഒരാൾ ഡോളി റെഡിയാക്കാമെന്ന് പറഞ്ഞ് അപ്രത്യക്ഷനാകുന്നു. പിന്നീട് വരുന്നതേയില്ല. മണിക്കൂറുകൾ ആ മനുഷ്യൻ ആ നിരത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഒടുവിൽ തോർത്ത് വിരിച്ച് ഞാനിവിടെ കിടക്കും എന്ന് പറഞ്ഞപ്പോഴാണ് എന്തെങ്കിലും ചെയ്യാൻ അവർ തയ്യാറായത്. ദേവസ്വം ബോർഡിനെ വിളിക്കാനുള്ള ശ്രമം നടത്തി, പക്ഷേ നടന്നില്ല. ഏതായാലും ഒടുവിൽ ഡോളി എത്തി. ഈ സജീവൻ്റെ തന്നെ ഉറപ്പിന്മേലാണ്, എന്തു വന്നാലും ഞാൻ നേരിട്ടോളാം എന്ന ഉറപ്പിന്മേലാണ് മുകളിലേക്ക് കൊണ്ടുപോയത്. ഏതായാലും സജീവൻ ഇപ്പോൾ ദർശനം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി എന്ന സന്തോഷം കൂടി പങ്കിടട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസം കൊടുത്തൊരു വാർത്തയായിരുന്നു ഈ ക്ഷേത്ര ചടങ്ങുകൾ ഗാർഡ് ഓഫ് ഓണർ നിർത്തലാക്കുന്നു, അതിന് ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കി എന്നുള്ളൊരു വാർത്ത. പക്ഷേ ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന് തന്നെ ഇതിലൊരു ആശയക്കുഴപ്പമാണ് നിലനിൽക്കുന്നത്. വർഷങ്ങളായി നടക്കുന്ന ചടങ്ങുകൾ നിർത്തുന്നതും പണം ഈടാക്കുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പോലീസിന്റെ നിലപാട്. അതേസമയം ക്ഷേത്രങ്ങളിലെ പാരമ്പര്യ ചടങ്ങുകൾ അട്ടിമറിക്കുന്നതിനെതിരെ പ്രതിഷേധവും ശക്തമാവുകയാണ്. രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, ദേവൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഗാർഡ് ഓഫ് ഓണർ പോലീസ് തരണമെന്ന് ഉള്ള കാര്യം. അത് വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു ചടങ്ങാണ്. അതിനെയാണ് ഏകപക്ഷീയമായ നിലപാടെടുത്തുകൊണ്ട് ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കിയതും. പക്ഷേ ഇപ്പോൾ പോലീസിൽ തന്നെ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. അതെ രജനി, ഈ ഉത്തരവ് കഴിഞ്ഞ ദിവസമാണ് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയായിട്ടുള്ള വിശ്വനാഥ് സിൻഹ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനുകളിൽ എത്തിച്ചത്. പക്ഷേ ഇപ്പോൾ അത് നടപ്പാക്കുന്നതിൽ പോലീസ് സേനയിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, ഇത് നൂറ്റാണ്ടുകളായി കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു ആചാരമാണ് ഈ ഇത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ നൽകുക എന്നുള്ളത്. അത് നിർത്തലാക്കുക അല്ലെങ്കിൽ അത് ഇനി തുടരണം എന്നുണ്ടെങ്കിൽ അത് ഗാർഡ് ഓഫ് ഓണറിന് പൈസ നൽകുക, പണം നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യം അത് നടപ്പിലാക്കുക
നടപ്പിലാക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും, പ്രതിഷേധങ്ങൾ ഉയരും എന്നുള്ളതാണ് പോലീസ് സേനയിലെ തന്നെ വിലയിരുത്തൽ. ഏകപക്ഷീയമായ ഒരു തീരുമാനം കൈക്കൊണ്ടതിനെതിരെ വ്യാപകമായി തന്നെ പ്രതിഷേധം ഉയരുന്നുണ്ട്. നമുക്കറിയാം, സംസ്ഥാനത്തെ ഏതാണ്ട് 20ഓളം ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിൽ ഗാർഡ് ഓഫ് ഓണർ നൽകി വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം തന്നെയാണ്. അവിടെ ക്ഷേത്രത്തിലെ ആറാട്ടിനും ഇത്തരത്തിൽ നവരാത്രി വിഗ്രഹ ഘോഷയാത്ര വരുന്ന സമയത്തൊക്കെ തന്നെ ഗാർഡ് ഓഫ് ഓണർ നൽകാനുള്ളത് ഒരു ആചാരത്തിന്റെ ഭാഗമാണ്, കാലങ്ങളായി അനുഷ്ഠിച്ചു പോരുന്ന ഒരു കാര്യമാണ്. മറ്റു ക്ഷേത്രങ്ങളൊക്കെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ വെള്ളായണി ദേവി ക്ഷേത്രത്തിൽ ഗാർഡ് ഓഫ് ഓണർ നൽകാറുണ്ട്. അതോടൊപ്പം തന്നെ ഹരിപ്പാടുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രം, തൃപ്പയാർ ശ്രീരാമക്ഷേത്രം, ഇത്തരത്തിൽ 20ഓളം ക്ഷേത്രങ്ങളിലാണ് ഗാർഡ് ഓഫ് ഓണർ നൽകുന്നത്. അടുത്തിടെ ഒരു തിരുവനന്തപുരത്തെ ഗണപതി ക്ഷേത്രം, ശ്രീവരാഹത്തെ ഗണപതി ക്ഷേത്രത്തിലെ ഗാർഡ് ഓഫ് ഓണർ ചടങ്ങിൽ ഗാർഡ് ഓഫ് ഓണർ നൽകുന്നതുമായി ബന്ധപ്പെട്ടൊരു യോഗം ചേർന്നത്. ഈ യോഗത്തിലാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനം കൈക്കൊള്ളുകയും ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇത്തരത്തിലൊരു നിർദ്ദേശം ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനുകൾക്ക് നൽകുകയും ചെയ്തത്. ഏതായാലും വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ഇത്തരത്തിലുള്ളൊരു നിഷേധാത്മകമായ നിലപാട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു നിലപാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഏകപക്ഷീയമായ ഒരു നിലപാട് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്നുണ്ട്. ബിജെപിയുടെ ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. മാത്രമല്ല പല ഹൈന്ദവ സംഘടനകളും രംഗത്ത് എത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ ഹിന്ദു രാജകുടുംബാംഗങ്ങൾ ഈ ക്ഷേത്രങ്ങൾ സർക്കാരിന് കൈമാറുമ്പോൾ തന്നെ ആചാരങ്ങൾ അതേപോലെ സംരക്ഷിച്ചു വരണം എന്നുള്ള ഒരു ഉറപ്പ്, ആ ഉറപ്പിന്മേലാണ് ഈ രാജകുടുംബാംഗങ്ങൾ ഈ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ സർക്കാരിന് കൈമാറിയത്. അത് ലംഘിക്കാനുള്ള ശ്രമമാണ് നിലവിൽ നടക്കുന്നത്. ഏതായാലും ഈ ഉത്തരവ് നടപ്പിലാക്കുന്നതിൽ വലിയ രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പം പോലീസിനിടയിൽ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. രജനി, രശ്മി കാർത്തിക, ഈ എന്തുകൊണ്ടാണ് ഓരോ ചടങ്ങുകൾക്ക് മേലും ഇങ്ങനെ ഒരു കൈകടത്തൽ? അത് പോലീസിനെ ഉപയോഗിച്ചു കൂടിയാകുമ്പോൾ ഭക്തർക്ക് മനസ്സിലാകുന്നില്ലെന്ന തോന്നലാണോ? എന്നാൽ പോലീസുകാർക്കുള്ളിലും ഭക്തരുണ്ടല്ലോ, അവരും സ്വാഭാവികമായി ഇത്തരം പ്രതികരണങ്ങളിലേക്ക് വരും. ഈ ആശയക്കുഴപ്പം പോലീസിൽ തന്നെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരത്തിൽ ഈ പോലീസ് സേനയിൽ തന്നെ ഈ ഒരു ഉത്തരവ് വന്നതിന് ശേഷം, അതായത് പോലീസ് ആസ്ഥാനത്ത് നിന്ന് ബന്ധപ്പെട്ട സ്റ്റേഷനുകളിലേക്ക് ഈ ഒരു ഉത്തരവ് ലഭിച്ചതിന് ശേഷം തന്നെ ഈ വിഷയം പോലീസ് സേനയ്ക്കുള്ളിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. കാരണം ഒരു വിഭാഗം ഇതിനെ എതിർക്കുന്നുണ്ട്. കാരണം ഇത് നടപ്പിലാക്കുന്നത് അത് വലിയ രീതിയിൽ അതൊരു ശരിയായ രീതിയല്ല, അതും തുടർന്ന് പോകണമെങ്കിൽ പണം ഈടാക്കണം എന്നൊക്കെ പറയുന്നത് ശരിയായ രീതിയല്ല എന്നുള്ളതാണ് പോലീസ് സേനയിൽ തന്നെ ഉയരുന്നൊരു വിമർശനം. ഒരു ഏകപക്ഷീയമായി യാതൊരു തരത്തിലുള്ള കൂടിയാലോചനകളൊന്നുമില്ലാതെ ഇത്തരത്തിൽ ഒരു നിർദ്ദേശം, ഒരു യോഗം ചേരുന്നു, ഒരു തീരുമാനമെടുക്കുന്നു, അത് നടപ്പിലാക്കുന്നു, അതിലേക്ക് കടക്കുകയാണ്. അതിനാണ് ഇപ്പോൾ ഈ ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പോലീസ് സേനയിലടക്കം അതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ വിമർശനങ്ങളൊക്കെ സേനയ്ക്കുള്ളിൽ തന്നെ ഉയരുന്ന ഒരു സാഹചര്യം. ഇടത് സർക്കാർ, പിണറായി സർക്കാർ കാലങ്ങളായി തുടർന്നു പോകുന്ന ഒരു രീതിയാണ് ഇത്തരത്തിൽ ക്ഷേത്ര ആചാരങ്ങൾക്കെതിരെ ഉള്ള കടന്നുകയറ്റം, കാലങ്ങളായി തുടർന്നു പോകുന്ന ആചാരങ്ങൾ അത് നിർത്തലാക്കാനുള്ള തീരുമാനം, അതിൽ മുറിവേൽപ്പിക്കുക, അത്തരത്തിലുള്ള തുടർച്ചയായിട്ടുള്ള തീരുമാനങ്ങൾ പിണറായി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുണ്ട്. അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ മുൻപും കണ്ടതാണ്. അതിന്റെ ഒരു തുടർച്ചയായി എന്നോണം വേണം ഇതിനെയും കാണാൻ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. അതും ശ്രീവരാഹത്തെ ഗണപതി ക്ഷേത്രത്തിലെ ഗാർഡ് ഓഫ് ഓണറുമായി ബന്ധപ്പെട്ട് ചേർന്ന ഒരു യോഗം, കഴിഞ്ഞ ദിവസം ചേർന്ന ഒരു യോഗത്തിലാണ് എല്ലാ ക്ഷേത്രങ്ങളിലും ഇപ്പോൾ ഗാർഡ് ഓഫ് ഓണർ നൽകി വരുന്ന ഏതാണ്ട് 20ഓളം ക്ഷേത്രങ്ങളിലും ഇത് നിർത്തലാക്കുകയും അത് തുടർന്ന് പോകണമെങ്കിൽ പണം നൽകണം, ക്ഷേത്രങ്ങൾ പണം നൽകണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ആഭ്യന്തര വകുപ്പ് എത്തിയിരിക്കുക. ഏതായാലും ഈ തീരുമാനം നടപ്പിലാക്കുകയാണെങ്കിൽ തീർച്ചയായും വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധങ്ങൾ നമുക്ക് കാണേണ്ടി വരും. അത് ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തു നിന്നും ശക്തമായ ഒരു പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൃഷ്ണ, ക്ഷേത്രാചാരങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റം അതിരൂക്ഷമാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഉള്ളത്. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നടന്നു വരുന്നു. ഇപ്പോൾ ഈ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുന്നതിൽ അത് നിർത്തലാക്കുന്നത് ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളൊരു കാര്യത്തിൽ പോലീസിനുള്ളിൽ തന്നെ ആശയക്കുഴപ്പം നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ഈശ്വരനിലേക്കുള്ള വഴി കാരുണ്യമാണെന്ന മഹത് സന്ദേശം പ്രാവർത്തികമാക്കുകയാണ് എറണാകുളം കുമ്പളം സഞ്ജീവനി പൂജാമഠം. യാഗങ്ങളും യജ്ഞങ്ങളും പൂജകളും നടത്തി ഭക്തർ സമർപ്പിക്കുന്ന കാണിക്ക നിർധന രോഗികളുടെ ചികിത്സയ്ക്കും കുട്ടികളുടെ പഠനാവശ്യങ്ങൾക്കുമാണ് നൽകി വരുന്നത്. മാനവ സ്നേഹത്തിൻ്റെ കൈത്തിരി നാളങ്ങളാകാൻ നിരവധി ഭക്തരാണ് ഇവിടേക്ക് എത്തുന്നത്. മാനേജിംഗ് ട്രസ്റ്റി ബാലകൃഷ്ണൻ എംബ്രാന്തിരിയുടെ നേതൃത്വത്തിലാണ് യജ്ഞത്തിലൂടെ ജീവകാരുണ്യം പകരുന്നത്.
കുമ്പളം എന്ന കൊച്ചു ഗ്രാമത്തെ ഈശ്വരാനുഗ്രഹത്തിന്റെ പരകോടിയിലെത്തിച്ചിരിക്കുന്ന സഞ്ജീവിനി പൂജാമഠത്തിലെ ഓരോ പൂജയും ഭക്തനെ കാരുണ്യത്തിന്റെ പുണ്യവഴികളാണ്. മാനവസേവ മാധവസേവ എന്ന ചിന്ത ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ബാലകൃഷ്ണൻ നമ്പ്രാന്തിരിയാണ് കാരുണ്യത്തിന്റെ കൈത്തിരി തെളിയിക്കാൻ ഇവിടെ മുന്നിലുള്ളത്. പിന്നീട് ട്രസ്റ്റായി മാറിയ സഞ്ജീവിനി പൂജാമഠത്തിൽ യാഗങ്ങൾ, പൂജകൾ, യജ്ഞങ്ങൾ എന്നിവ നടക്കുമ്പോഴെല്ലാം ഭക്തർ സമർപ്പിക്കുന്ന കാണിക്ക നിർധന രോഗികൾക്ക് ചികിത്സാ സഹായത്തിനും കുട്ടികൾക്ക് പഠനാവശ്യങ്ങൾക്കുമെല്ലാം കൈമാറുകയാണ് ചെയ്യുന്നതെന്ന് ബാലകൃഷ്ണൻ നമ്പ്രാന്തിരി പറഞ്ഞു. സമൂഹ വിവാഹങ്ങളും നടത്തിയിട്ടുണ്ട്. ഏകദേശം 17 വർഷത്തിലേറെയായി ഈ മഠം ആയിട്ട്. ചെറിയൊരു മഠമായിരുന്നു. അതിനുശേഷം അത് ട്രസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്തു. പഴയ കാലം മുതലേ തന്നെ ഈ മഠത്തിൽ പലതരത്തിലുള്ള യജ്ഞങ്ങൾ, യാഗങ്ങൾ, പൂജകളെല്ലാം ചെയ്ത് അതിന് കിട്ടുന്ന ഭക്തർക്ക് സമർപ്പിക്കുന്ന കാണിക്ക അത് നിർധനരായ രോഗികൾക്ക് ചികിത്സാ സഹായത്തിനും കുട്ടികളുടെ പഠനത്തിനും അതുകൂടാതെ വിവാഹ ആവശ്യങ്ങൾക്കെല്ലാം ആദ്യം കൊടുത്തുകൊണ്ടിരുന്നു. സമൂഹ വിവാഹം ഉൾപ്പെടെ നമ്മളിവിടെ നടത്തിയിട്ടുണ്ട്. പ്രളയകാലങ്ങളിൽ ധാരാളം വീടുകളിലേക്ക് സഹായം എത്തിക്കാൻ സാധിച്ചു. ഇതെല്ലാം സംഭാവന പിരിച്ചു നടന്നിട്ടല്ല, മറിച്ച് ഇവിടെ നടത്തുന്ന ഓരോ പൂജകൾ ഭക്തർ സമർപ്പിക്കുന്ന കാണിക്കയാണ് നമ്മുടെ വരുമാന മാർഗം. സഞ്ജീവിനി പൂജാമഠത്തിലെ പൗർണമി പൂജ പ്രധാനമാണ്. ഈ ദിനത്തിൽ നിരവധി ഭക്തരാണ് ചടങ്ങുകളിൽ പങ്കെടുത്ത് സായുജ്യരാകുന്നത്. അയ്യപ്പസ്വാമിയെയും ഹനുമാൻ സ്വാമിയെയും തുറന്ന കരിങ്കൽ മണ്ഡപത്തിലാണ് ശ്രീ ശാസ്താഞ്ജനേയ മന്ദിരത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു ക്ഷേത്രം ആദ്യം മുതലേ ഒരു ആലോചന ഉണ്ടായിരുന്നു. ഹനുമാൻ സ്വാമിയുടെ ഒരു സാന്നിധ്യം പണ്ട് മുതലേ ഇവിടെ ഉള്ളതാണ്. ഈ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രം പണിയാം എന്ന രീതിയിൽ ഒരു ദേവപ്രശ്നം വെച്ചപ്പോഴാണ് പല വർഷങ്ങളിലായി അയ്യപ്പസ്വാമിയുടെ ഒരു പൂജ പലപ്പോഴും നടത്തി അയ്യപ്പസ്വാമിയുടെ സാന്നിധ്യം കൂടി ഉണ്ടെന്ന് കണ്ടെത്തിയത്. അതിന്റെ പശ്ചാത്തലത്തിൽ അയ്യപ്പസ്വാമിയെയും ഹനുമാൻ സ്വാമിയെയും ഒരുപക്ഷെ നമ്മുടെ ഈ പരിസരത്ത് തന്നെ ആദ്യമായിട്ട് 2 തുറന്ന കരിങ്കൽ മണ്ഡപങ്ങളിലായി ശബരിമലയിലെ ധ്യാന മണ്ഡപം മണിമണ്ഡപത്തിന്റെ ഒരു ഉദ്ദേശത്തോടുകൂടി 2 മണ്ഡപങ്ങളിലായി അയ്യപ്പസ്വാമിയെയും ഹനുമാൻ സ്വാമിയെയും പ്രതിഷ്ഠിച്ചു. ഈ ദേവപ്രശ്നം വെച്ച് വർഷങ്ങളോളം കാത്തു നിൽക്കേണ്ടി വന്നു. പക്ഷെ അതിനിടയിൽ മറ്റൊരു സംഭവം ഉണ്ടായി. ചെന്നൈയിലെ ഒരു ഗൃഹത്തിന്റെ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രം, അയ്യപ്പ ക്ഷേത്രം, അത് പൊളിച്ചു മാറ്റേണ്ട അവസ്ഥ വരികയും അയ്യപ്പസ്വാമിയെ വെക്കാൻ സ്ഥലമില്ലാതെ അവർ വാഹനത്തിൽ ആവാഹിച്ച് കലശത്തോടുകൂടെ കൊണ്ടുവന്ന് ബാലാലയത്തിൽ നമ്മുടെ മഠത്തിൽ പ്രതിഷ്ഠ നടത്തി. ഒരു മണ്ഡലക്കാലം മകരക്കാലം പൂർണ്ണമായിട്ട് ഇവിടെ പൂജ നടക്കുന്നു. അതിനുശേഷം അവർ ക്ഷേത്രം പണിത് 18 പടിയോടുകൂടി ക്ഷേത്രം പണിത് ചെന്നൈയിൽ നിന്ന് അവിടെ പ്രതിഷ്ഠ കഴിഞ്ഞു. അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം, എള്ളുവിളക്ക് എന്നിവയെല്ലാം പ്രധാനമാണ്. വിശേഷാൽ ചടങ്ങുകളുമുണ്ട്. ഭണ്ഡാരത്തിൽ എത്ര കുറഞ്ഞ തുക നിക്ഷേപിച്ചും ആർക്കും പൂജകളിൽ പങ്കാളികളാകാം. ലഭിക്കുന്ന പണമെല്ലാം വിവിധ ദുരിതങ്ങൾ അനുഭവിക്കുന്ന അർഹരുടെ കൈകളിലേക്ക് വേഗത്തിലെത്തും. ഈ ഒരു മഠവുമായിട്ട് ബന്ധപ്പെട്ട ഈ ഗൃഹത്തിൽ 150 വർഷത്തിലേറെയായി നടന്നു വരുന്ന പൗർണമി പൂജ ഒരു 3-3.5 വർഷമായിട്ട് നമ്മൾ പൊതുജനങ്ങളെയും കൂടി ഭക്തജനങ്ങളും കൂടി പങ്കാളികളാക്കിക്കൊണ്ട് നടത്താൻ തീരുമാനിച്ചു. അത് തുടക്കം കുറിച്ചു. അവിടെയും ഉദ്ദേശം ഇത് തന്നെ. പൗർണമി പൂജയിൽ പങ്കെടുക്കുന്ന ഭക്തജനങ്ങൾ സമർപ്പിക്കുന്ന കാണിക്ക അത് അതാത് ദിവസം തന്നെ പൂജ കഴിഞ്ഞ ഉടനെ തന്നെ അപേക്ഷകരിൽ നമ്മൾ പരിഗണിച്ചിട്ടുള്ള നിർധനരായ രോഗികൾക്ക് ചികിത്സാ സഹായമായിട്ട് കൊടുത്തു വരികയാണ്. ഏകദേശം കണക്കെടുത്താൽ 2000-ലധികം രോഗികൾക്ക് ഇതുവരെ ഈ മഠവുമായി ബന്ധപ്പെട്ട സഹായം ചെയ്യാൻ ഭക്തന്മാരുടെ മനസ്സുകൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഒരേ സമയം കാരുണ്യത്തിലെ ഈശ്വരചൈതന്യം തിരിച്ചറിയുകയാണ് ഇവിടെ. ജാതിമത ഭേദമന്യേയാണ് ആളുകൾ ശ്രീ ശാസ്താഞ്ജനേയ മന്ദിരത്തിൽ എത്താറുള്ളത്. പറഞ്ഞറിയിക്കാനാകാത്ത ആത്മീയ അനുഭവമാണ് ഇവിടേക്കുള്ള ഓരോ സന്ദർശനവും. ഈ ക്ഷേത്ര സങ്കല്പം ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ദുഃഖങ്ങൾ ഇറക്കി വയ്ക്കാനുള്ള ഒരു പോസിറ്റീവ് എനർജി ആർജിക്കുവാനുള്ള ഒരു അഭയ കേന്ദ്രമാണ്. ഇവിടെ വരുന്നവരെല്ലാം ഏതോ ഒരു നിർവൃതിയിൽ ആണ് ഇവിടെ നിന്നും തിരിച്ചു പോകുന്നത്. ഇവിടെ ഇവിടുത്തെ പൂജകൾ വിശേഷാൽ പൂജകളായി എല്ലാ പൗർണമി നാളിലും നടത്തുന്ന പൗർണമി പൂജ, മഹത്തായ ആചാര്യന്മാർ ഒന്നിച്ചു കൂടിയിരുന്ന് ചെയ്യുന്ന ലളിത സഹസ്രനാമ സ്തോത്രം, അതിലെല്ലാം പങ്കെടുക്കുവാനായിട്ട് ജാതി മത ഭേദമന്യേ ദേശത്തു നിന്നും പരദേശത്തു നിന്നും എല്ലാവരും എത്തിച്ചേരുന്നു. ആ പൂജയിൽ പങ്കെടുത്ത് പ്രസാദമോട്ട് കഴിഞ്ഞിട്ട് വളരെ മനഃശാന്തിയോടുകൂടിയാണ് അവർ തിരിച്ചു പോകുന്നത്. അതുകൂടാതെ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളും ഇതിലൂടെ നടത്തുന്നുണ്ട്.
ശബരിമല തന്ത്രിയും 22 മേൽശാന്തിമാരും എല്ലാം പങ്കെടുത്ത അനുഗ്രഹീത അന്തരീക്ഷത്തിലായിരുന്നു പ്രതിഷ്ഠാകർമ്മങ്ങളെല്ലാം നടന്നത്. ഈശ്വര ചൈതന്യം നിറഞ്ഞ മണ്ണിൽ സ്നേഹത്തിന്റെയും കരുണയുടെയും ഉറവ ഒരു പ്രവാഹമായി മാറുന്ന സഞ്ജീവിനി പൂജാമഠത്തിന്റെ പ്രവർത്തനങ്ങളിൽ സഹകരിക്കാൻ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്തിച്ചേരാറുണ്ട്. രോഗശമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് സംഭരിക്കുന്നതായിട്ടുള്ള ഈ തുക അത് രോഗികൾക്ക് തന്നെയായിട്ട് വിതരണം ചെയ്ത് അവരുടെ രോഗങ്ങൾക്ക് കുറവ് വരുത്താൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയിലൂടെ മാത്രമാണ് ബാലകൃഷ്ണൻ തിരുമേനി ഇത്തരത്തിലുള്ള ഒരു സംരംഭത്തിൽ ഏർപ്പെടുക. ലാഭയിച്ച കൂടാണ്ട് ചെയ്യുന്നതായിട്ടുള്ള ഇത്തരം നന്മ നിറഞ്ഞൊരു പ്രവൃത്തി ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. വളരെയധികം സ്തുത്യർഹമായിട്ടുള്ള സേവനമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വീട് ആലങ്ങാടാണ്. കുമ്പളം വരെ ഞാൻ ഈ പരിപാടിയുടെ ദിവസം മിക്കവാറും എത്തിച്ചേരാനായിട്ട് ശ്രമിക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളത് പങ്കെടുക്കുമ്പോൾ ഭഗവതിയുടേതായിട്ടുള്ള അനുഗ്രഹവും കൂടാതെ മറ്റുള്ള കൂട്ടമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിനൊരു പ്രത്യേകമായിട്ടുള്ളൊരു ഊർജം ലഭിക്കുകയും അത് കൂട്ടമായിട്ടുള്ള പ്രാർത്ഥന ദേവന്മാർ കേൾക്കുകയും അതിൻ്റെ അനുഗ്രഹം ഈ രോഗികൾക്കും അതുപോലെ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഉത്തരോത്തരം അഭിവൃദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ളൊരു കർമ്മം തന്നെ. അതിൽ ഞാൻ അനുഭവസ്ഥനാണ്. ഓരോ സത്പ്രവൃത്തിയിലും സുതാര്യതയുടെ പൊൻവെളിച്ചവുമുണ്ട്. വഴിപാടുകളും പൂജകളും ബുക്ക് ചെയ്യുന്നവർക്ക് നേരിട്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ യൂട്യൂബ് ലിങ്കിലൂടെ പൗർണമി പൂജയെല്ലാം തത്സമയം കാണാനുള്ള സൗകര്യവും ഒരുക്കാറുണ്ട്. യജ്ഞത്തിലൂടെ ജീവകാരുണ്യം എന്ന മഹത് സന്ദേശത്തിലൂന്നിയുള്ള എല്ലാ മാസത്തിലെയും പൗർണമി നാളിലെ പൗർണമി പൂജ ഇവിടെ പ്രധാനമാണ്. ചോറൂണ്, കെട്ടുനിറ, മാലപൂജ, വാഹനപൂജ എന്നിവയെല്ലാം ശാസ്താഞ്ജനേയ മന്ദിരത്തിൽ നടത്തുന്നുണ്ട്. കലിയുഗത്തിലെ പ്രത്യക്ഷദേവനായ അയ്യപ്പസ്വാമിയുടെ ചരിത്രകഥകൾ അയ്യപ്പ ഭാഗവത പാരായണത്തിലൂടെയും വ്യാഖ്യാനത്തിലൂടെയും മനസ്സിലാക്കാനുള്ള സുവർണാവസരമായ അയ്യപ്പ സത്രം 2025 ജനുവരി 29 മുതൽ ഫെബ്രുവരി 2 ഞായറാഴ്ച വരെ ഇവിടെ നടക്കും. ബ്രഹ്മശ്രീ പുല്ലേലില്ലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. അയ്യപ്പ സത്രം കൂപ്പൺ വിതരണോദ്ഘാടനം സീരിയൽ താരം കുടുംബവിളക്ക് ഫെയിം KK മേനോനായിരുന്നു നിർവഹിച്ചിരുന്നത്. കുമ്പളം സഞ്ജീവിനി പൂജാമഠം മാനേജിംഗ് ട്രസ്റ്റി KG ബാലകൃഷ്ണൻ എമ്പ്രാന്തിരിയുടെ നേതൃത്വത്തിലാണ് നന്മയുടെ തിരുനാളങ്ങൾ തെളിയുന്നത്. ജനം, കൊച്ചി. ഇനി വലിയ ആശങ്കയിൽ തന്നെയാണ് തൃശ്ശൂരിലെ ജനങ്ങളും ഉത്സവ കമ്മിറ്റികളും അതുപോലെ തന്നെ പാറമേക്കാവ് ദേവസ്വം ബോർഡ് അധികൃതരും. എന്നാലും പൂരം നടത്തിപ്പിലെ നിയന്ത്രണങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കിയ ഉത്സവാഘോഷ കമ്മിറ്റികളും പൂരപ്രേമികളും സംസ്ഥാന സർക്കാർ ഇടപെട്ട് നിയമനിർമ്മാണം നടത്തണമെന്നാണ് ആവശ്യം. തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ ഉത്സവാഘോഷ കമ്മിറ്റികളുടെ യോഗം ഇന്ന് തൃശ്ശൂരിൽ ചേരും. ആനന്ദ് പുതൂരുണ്ട്. ആനന്ദ്, നമസ്തേ. എന്തായാലും വലിയ ആശങ്കയിൽ തന്നെയാണ്. വരുന്ന തൃശ്ശൂർ പൂരം പ്രതിസന്ധിയിലാകുമോ എന്നുള്ളൊരു പേടി ദേവസ്വങ്ങൾക്കും അതുപോലെ തന്നെ പൂരപ്രേമികൾക്കും ഉത്സവാഘോഷ കമ്മിറ്റികൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ പ്രതിഷേധം ശക്തമാക്കുന്നുണ്ട്. ഇതിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നൊരു ഇടപെടൽ അനിവാര്യമായിട്ട് എത്രയും പെട്ടെന്ന് വേണമെന്നുള്ളൊരു ആവശ്യം കൂടെയല്ലേ ഇവർക്കുള്ളത്? തീർച്ചയായിട്ടും അതെ. അതായത് തൃശ്ശൂർ പൂരം മാത്രമല്ല, ഇപ്പോഴത്തെ ഈ നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും വെച്ചുകൊണ്ട് ഒരു പൂരങ്ങളും നടത്താൻ സാധിക്കില്ല, ആഘോഷങ്ങളായി നടത്താൻ സാധിക്കില്ല എന്ന് തന്നെയാണ് എല്ലാ ക്ഷേത്ര കമ്മിറ്റിക്കാരും ദേവസ്വങ്ങളും നിലപാടെടുക്കുന്നത്. നമുക്കറിയാം, ഈ ആനയെഴുന്നേൽപ്പുമായിക്കൊണ്ട് ഈ ഹൈക്കോടതി ഈ നിർദ്ദേശങ്ങളെ കടുപ്പിച്ചതോടെ തന്നെയാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി രൂപപ്പെട്ടത് എന്നാണ് ക്ഷേത്ര കമ്മിറ്റികളടക്കമുള്ള ആളുകൾ പറയുന്നത്. ഈ 3 മീറ്റർ അകലം എന്നതിൻ്റെ അപ്പുറത്തേക്ക് തന്നെ ഈ ഒരു ആനകൾക്ക് കൊടുക്കേണ്ട വിശ്രമത്തിന് സമയം, അവരുടെ സഞ്ചാരത്തിന് സമയം, ഇതിലെല്ലാം ഒരു നിയന്ത്രണം കൊണ്ടുവന്നതോടുകൂടി തന്നെ കേരളത്തിൽ ഏതാണ്ട് 240ഓളം ആനകളാണ്, നാട്ടാനകളാണ് ഉള്ളത് എന്നാണ് ഔദ്യോഗികമായിട്ടുള്ള ഒരു കണക്ക്. പക്ഷേ ഈ ഒരു ആനകളെ വെച്ചുകൊണ്ട് ഇത്തരത്തിലൊരു നിയന്ത്രണത്തിൽ എല്ലായിടത്തേക്കും പൂരം നടത്തിപ്പ് സാധ്യമല്ല എന്ന് തന്നെയാണ് പറയുന്നത്. തുടക്കം മുതൽ തന്നെ ഈ ഒരു പരാതി ദേവസ്വങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊരു പ്രതിഷേധത്തിന്റെ രൂപമായിട്ട് കടുപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നമുക്കറിയാം, ഈ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏതാണ്ട് 1300ഓളം ഉത്സവ കമ്മിറ്റികളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ പൂരങ്ങളും എല്ലാ ഉത്സവങ്ങളും മറ്റ് വേലകളും എല്ലാം പ്രതിസന്ധിയിലാകും എന്ന് തന്നെയാണ് കമ്മിറ്റിക്കാർ എടുത്തെടുത്ത് പറയുന്നത്. അതിൻ്റെ പല സ്വരൂപത്തിലുള്ള
പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. ആദ്യഘട്ടത്തിലായി തന്നെയാണ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ സംയുക്തമായിക്കൊണ്ട് വടക്കുന്നാഥന്റെ നടയിൽ പ്രതീകാത്മക പൂരം നടത്തിയിരുന്നു. ഈ ആചാരങ്ങൾ ആചാരങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതിനെതിരെ ഇന്നലെ രാവിലെ ഉത്രാളിക്കാവ് ക്ഷേത്രം, ഉത്രാളിക്കാവ് പൂരം എന്ന് പറയുന്നത് കേരളത്തിൽ വിശ്വപ്രസിദ്ധമായ പൂരമാണ്. അപ്പോൾ ഉത്രാളിക്കാവ് പൂര കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തൃശ്ശൂർ ജില്ലയിലെ എല്ലാ ക്ഷേത്ര കമ്മിറ്റി ആളുകളെയും വിളിച്ചുകൊണ്ട് ഒരു പ്രതിഷേധ യോഗം ഉത്രാളിക്കാവ് ഭഗവതിയുടെ നടക്കിൽ ചേർന്നിരുന്നു. വൈകിട്ട് ആറാട്ടുപുഴ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 1442 വർഷത്തോളം പഴക്കമുള്ള ഒരു പൂരമാണ്, ആചാരമാണ്. ഏറ്റവും അധികം ചടങ്ങുകളുള്ള പൂരമാണ് ആറാട്ടുപുഴ എന്ന് നമുക്ക് അറിയാം. അത് മാത്രമല്ല ഒരുപക്ഷെ പൂരങ്ങളെല്ലാം ആരംഭിക്കുന്നത് പോലും ഈ ആറാട്ടുപുഴയിൽ നിന്നാണ്. അപ്പോൾ 1443 പൂരമാണ് അവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു നിയന്ത്രണങ്ങൾ വെച്ചുകൊണ്ട് ആറാട്ടുപുഴ പൂരവും നടത്താൻ സാധിക്കില്ല എന്ന് തന്നെയാണ് അവിടുത്തെ ക്ഷേത്ര ഉപദേശക സമിതിയുടെ മുൻ അംഗങ്ങളും നിലവിലെ അംഗങ്ങളും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആറാട്ടുപുഴ ശാസ്താവിന്റെ നടയിൽ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ രാത്രിയോട് തന്നെ ഒരു പ്രതീകാത്മക പൂരം നടത്തിയിരുന്നു. പ്രശസ്ത മേള വിദ്വാൻ പെരുവനം കുട്ടമ്മാരുടെ നേതൃത്വത്തിലുള്ള ഒരു മേളത്തോട് കൂടി തന്നെയാണ് അത്തരത്തിലുള്ള പ്രതീകാത്മക പൂരം നടത്തിയത്. അപ്പോൾ എല്ലാ കമ്മിറ്റിക്കാരും പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പൂരപ്രേമികളാവട്ടെ ഔദ്യോഗിക കമ്മിറ്റിക്കാരാവട്ടെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, കോടതി ഇത്തരത്തിലൊരു നിയന്ത്രണങ്ങളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ മറികടക്കാൻ സംസ്ഥാന സർക്കാർ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തണമെന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. അതായത് അത് ഏത് ഘട്ടത്തിലായാലും മേൽക്കോടതിയെ സമീപിക്കുന്ന കാര്യത്തിലായാലും സർക്കാരിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു നിയമനിർമ്മാണം നടത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണമെന്ന് തന്നെയാണ് ഓരോ കമ്മിറ്റി അംഗങ്ങളും ഓരോ ഔദ്യോഗികമായിട്ടുള്ള പാനലുകളും ആവശ്യപ്പെടുന്നത്. സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നുവെന്ന് പൂരപ്രേമികൾക്കും വലിയൊരു വിമർശനമുണ്ട്. അപ്പോൾ സർക്കാർ തന്നെയാണ് ഇനി ഇടപെടേണ്ടത്. അത് മേൽക്കോടതിയിലേക്ക് പോകേണ്ടതായാലും ശരി, ഒരു നിയമനിർമ്മാണം നടത്തേണ്ടതായാലും ശരി, അതിനെല്ലാം മറികടന്നുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടത് സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വം തന്നെയാണെന്നാണ് എല്ലാവരുടെയും പൊതുവായിട്ടുള്ള അഭിപ്രായം. പ്രത്യേകിച്ച് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉത്സവ കമ്മിറ്റികളുടെ എല്ലാ അഭിപ്രായം സംസ്ഥാന സർക്കാരിന്റെ ഒരു സജീവമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവണം. ഈ മൗനം തുടരുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ആചാരങ്ങളെ കാര്യമായി തന്നെ ബാധിക്കും എന്നാണ് ഓരോ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾക്കും പറയാനുള്ളത്. അത് എല്ലാവരും അത് ചെയ്യുന്നുണ്ട് ഓരോ പ്രതിഷേധത്തിന് ശേഷവും. എന്തായാലും ഇന്ന് വൈകിട്ട് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ സംയുക്തമായിട്ടുള്ള നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്, അതായത് ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. ആചാര സംരക്ഷണ യോഗം എന്നാണ് അതിന് പറയുന്നത്. വൈകുന്നേരം 5 മണിക്ക് തിരുവമ്പാടി കൗസ്തുഭ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ആ മീറ്റിംഗ് നടക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രത്യേകിച്ച് എല്ലാ വിവിധ മതവിഭാഗങ്ങളെ അടക്കമുള്ള ഉത്സവ ആഘോഷ കമ്മിറ്റികളെല്ലാം അതിലേക്ക് വിളിച്ചു ചേർത്തിട്ടുണ്ട്. വൈകുന്നേരം 5 മണിയോട് കൂടി തന്നെ ഇനി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു യോഗം എന്നാണ് പറഞ്ഞത്. ആചാര സംരക്ഷണ ഏതെല്ലാം മാർഗങ്ങൾ തേടാം, എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു യോഗമാണ് വിളിച്ചു ചേർത്തിട്ടുള്ളത്. എന്തായാലും വൈകുന്നേരം തൃശ്ശൂരിൽ നടക്കും. ആനന്ദ്, ഈ നിയമനിർമ്മാണം നടത്തണം എന്ന് പൂരപ്രേമികൾ ദേവസ്വങ്ങളൊക്കെയും പറയുന്നുണ്ട്. അതിനർത്ഥം അത്രമേൽ ആശങ്കയിലാണ് അവർ എന്നാണ്. ഒരു നിയമനിർമ്മാണത്തിലൂടെ മാത്രമേ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകൂ എന്ന ബോധ്യം അവർക്കുണ്ടെങ്കിൽ അത്രമേൽ ആശങ്കയിലാണ് അവർ എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും അതെ. കാരണം അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏറ്റവും ഇതിൽ നമ്മൾ കാണേണ്ടത് അതിന്റെ ആചാര സംരക്ഷണം തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആറാട്ടുപുഴ പൂരം എന്ന് പറയുന്നത് അത്രയധികം ആചാരങ്ങളുള്ള, അതായത് അത്രയധികം ചടങ്ങുകളുള്ള ഒരു പൂരമാണ്, ചടങ്ങുകൾ കൊണ്ട് പ്രസിദ്ധമായിട്ടുള്ള ഒരു പൂരമാണ്. അപ്പോൾ ഈ ഒരു നിയന്ത്രണങ്ങൾ വെച്ചുകൊണ്ട് ഈ ആറാട്ടുപുഴ പൂരം നടത്താൻ സാധിക്കില്ല എന്ന് തന്നെയാണ് അവിടുത്തെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അധികൃതർ പറയുന്നത്. അതുപോലെ തന്നെ തൃശ്ശൂർ പൂരം, നമുക്കറിയാം ലോകപ്രസിദ്ധമായ തൃശ്ശൂർ പൂരം, 15 ആനകളെ നിരത്തി തിരുവമ്പാടിയും പാറമേക്കാവും വടക്കുന്നാഥന്റെ മണ്ണിൽ നേർക്കുനേർ നിന്നുകൊണ്ടുള്ള വലിയ ചടങ്ങുകളുള്ള മറ്റൊരു പൂരം തന്നെയാണ്. അത് ചടങ്ങുകൾ കൊണ്ടും പ്രസക്തമായിട്ടുള്ള ഒരു പൂരമാണ് തൃശ്ശൂർ പൂരം. പക്ഷേ ഈ ഒരു നിയന്ത്രണങ്ങൾ വെച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ തൃശ്ശൂർ പൂരം നടത്താൻ സാധിക്കില്ല എന്ന് തന്നെയാണ് അതിന്റെ ഏറ്റവും ഔദ്യോഗികമായിട്ടുള്ള അധികാരികളായിട്ടുള്ള പാറമേക്കാവും തിരുവമ്പാടിയും പറയുന്നത്. അപ്പോൾ ഈ ഒരു നിയന്ത്രണങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ പൈതൃകത്തിന്റെ സംരക്ഷണം എത്രത്തോളം നടത്താൻ സാധിക്കും എന്നുള്ള ഒരു ആശങ്ക പൊതുവെ പങ്കുവെക്കുന്നുണ്ട്. അതിന്റെ ഒരു ഘട്ടം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജീവനോപാധിയാണ്. അതായത് ഒരു പൂരം നടക്കുമ്പോൾ നമുക്കറിയാം എത്രയോ 10,000-കണക്കിന് ആളുകൾക്ക് തൊഴിൽ കിട്ടുന്ന ഒരു ഉത്സവം കൂടിയാണ് അത് എന്ന് പറയുന്നത്, ഒരു ആഘോഷം കൂടിയാണ്. അപ്പോൾ അത് മേളക്കാരാവട്ടെ, അതുമായി ബന്ധപ്പെട്ടുള്ള ആനപ്പാപ്പമാരാവട്ടെ, മേളക്കാരാവട്ടെ, അവിടെ ബലൂൺ വിൽക്കുന്ന സാധാരണക്കാരാവട്ടെ, എത്രയോ നിരവധി കച്ചവടങ്ങൾ നടക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ് പൂരം എന്ന് പറയുന്നത്. അതായത് വളരെ സാധാരണക്കാരുടെ ഒരു ആശ്വാസമാണ്. അവർക്ക് സന്തോഷിക്കാനും അവർക്ക് വരുമാനം കണ്ടെത്താനും അവരുടെ ജീവിതോപാധി കൂടിയാണ്. 10,000-കണക്കിന് മേളക്കാരും അതുമായി ബന്ധപ്പെട്ടുള്ള വാദ്യക്കാരുമാണ് കേരളത്തിലുള്ളത്. അതുപോലെ തന്നെ ആനക്കാരാവട്ടെ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ബാധിക്കുന്നത് ഈ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ വരുമ്പോൾ അത് ചടങ്ങുകൾ മാത്രമാക്കി നടത്തേണ്ട
അവസ്ഥ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആയിരക്കണക്കിന് ആളുകളുടെ, ഒരു പക്ഷേ ആയിരക്കണക്കിനല്ല 10,000-കണക്കിന് ആളുകളുടെ ജീവിതോപാധിയെ കൂടി അത് ബാധിക്കുമെന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. മാത്രമല്ല ഇപ്പം ഇന്ന് ഗുരുവായൂരിൽ ചടങ്ങുകളിൽ ആനയുടെ എണ്ണം കുറച്ചു എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച്. അപ്പോൾ പൊതുവെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ആചാരങ്ങളെ സംരക്ഷിക്കുന്നതിന് അപ്പുറത്തേക്ക് ആളുകളുടെ ജീവിതത്തിനെ കൂടി കാര്യമായിട്ട് ബാധിക്കും എന്ന് തന്നെയാണ് ഈ ദേവസ്വങ്ങളും ക്ഷേത്ര കമ്മിറ്റിക്കാരും എല്ലാം അഭിപ്രായപ്പെടുന്നത്. ശരി, പൂരം നടത്തിപ്പിലെ നിയന്ത്രണങ്ങളിൽ പൂരപ്രേമികൾക്കും ഉത്സവാഘോഷ കമ്മിറ്റികൾക്കും വലിയ ആശങ്കയാണ് നിലവിലുള്ളത്. സർക്കാർ ഇടപെട്ട് നിയമനിർമ്മാണം നടത്തണം, പഴയതുപോലെ പൂരം നടന്നു പോകണം. അതാണ് അവരുടെ ആഗ്രഹം, ആവശ്യം. ഇപ്പോൾ തൃശ്ശൂരിൽ മാത്രമല്ല പാലക്കാടും പല സ്ഥലങ്ങളിലും ഇന്ന് പ്രതിഷേധ സംഗമം നടത്തുവാൻ തന്നെയാണ് ഹൈന്ദവ സംഘടനകളുടെ തീരുമാനം. എങ്ങനെയും പൂരം പഴയതുപോലെ തന്നെ നല്ല രീതിയിൽ നടത്തുവാനുള്ള നിയമനിർമ്മാണങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുള്ള ആവശ്യവും ശക്തമാവുകയാണ്. ഇനി നമ്മൾ പോകുന്നത് മുനമ്പത്തേക്കാണ്. അവിടെ ആദ്യം മുതലേ ചെന്നതും BJP തന്നെയായിരുന്നു. BJPയും ഹൈന്ദവ സംഘടനകളും തുടരെ മുനമ്പം ജനതയുടെ ആശങ്കകൾക്കൊപ്പം ഉണ്ടായിരുന്നു. അതങ്ങനെ തുടരുന്നുമുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷവും മുനമ്പം സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. എനിക്ക് തോന്നുന്നു 56-57 ദിവസമാകുന്നു സമരത്തിന് എന്ന് തോന്നുന്നു. ഏതായാലും BJP ദേശീയ നേതൃത്വവും പിന്തുണ പ്രഖ്യാപിക്കുകയാണ്, അവർക്കൊപ്പമെന്ന് പറയുകയാണ്. BJPയുടെ കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ ഇന്ന് മുനമ്പം സന്ദർശിക്കും. വഖഫ് അധിനിവേശത്തെ തുടർന്ന് റവന്യൂ അവകാശങ്ങൾ നഷ്ടപ്പെട്ട മുനമ്പത്തെ ജനങ്ങളുടെ വിഷയങ്ങൾ ദേശീയ തലത്തിലേക്ക് ഉയർത്തിക്കാട്ടുന്നതിൻ്റെ ഭാഗമായാണ് സന്ദർശനം. അതേസമയം മുനമ്പം വിഷയത്തിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനം നേരിട്ടതോടെ വിശദീകരണവുമായി കോൺഗ്രസ് രംഗത്തെത്തി. മുനമ്പം സമരത്തിന് ആദ്യം പിന്തുണ നൽകിയത് തങ്ങളാണെന്നാണ് കോൺഗ്രസിൻ്റെ അവകാശവാദം. വിവരങ്ങളുമായി കിരൺ കുമാർ ഒപ്പം ചേരുന്നു. കിരൺ, ആദ്യം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, BJP ദേശീയ തലത്തിലേക്ക് വിഷയം ഉയർത്തിക്കാട്ടുന്നതിൻ്റെ ഭാഗമായി കേരള പ്രഭാരി ഇന്ന് അവിടെ സന്ദർശിക്കുന്നു എന്നത്. രണ്ടാമത്തേത് കോൺഗ്രസിൻ്റെ വിഷയം. നമുക്ക് കോൺഗ്രസിൻ്റെ വിഷയത്തിലേക്ക് വരാം. അതിനു മുൻപ് BJPയുടെ പിന്തുണ അതൊന്നുകൂടി ഉറപ്പിക്കുകയാണോ ഇന്ന് പ്രകാശ് ജാവ്ദേക്കർ അവിടെ എത്തുന്നതിലൂടെ? കൃഷ്ണരാജ്, മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുന്നതുവരെ തങ്ങൾ പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് BJP മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികൾ BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതായിട്ട് നേരത്തെ തന്നെ കണ്ടിരുന്നതാണ്. മാത്രവുമല്ല, നേരത്തെ തന്നെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്നുള്ള പലരും, പ്രമുഖരായിട്ടുള്ള പലരും അടക്കം മുനമ്പം സന്ദർശിക്കുകയും തങ്ങളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. സുരേഷ് ഗോപി MP എത്തിയിരുന്നു. ശോഭ കരന്തലജെ അടക്കമുള്ള ആളുകൾ ആ സ്ഥലം സന്ദർശിക്കുകയും അവിടുത്തെ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഈ കാര്യങ്ങൾ കേന്ദ്ര നേതൃത്വവുമായി ചർച്ച ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ പ്രഭാരിയായിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കർ കൂടി ഇന്ന് മുനമ്പം സന്ദർശിക്കുന്നത്. പ്രകാശ് ജാവ്ദേക്കർ ഇന്ന് 11:00 തന്നെ മുനമ്പത്ത് എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ മുനമ്പത്തെ ജനങ്ങളുടെ വിഷയം, അതിൽ കൃത്യമായ ഒരു പരിഹാരം വേണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് BJP ഉയർത്തിയിരുന്നത്. മാത്രവുമല്ല, ഈ വഖഫ് നിയമ ഭേദഗതി അടക്കമുള്ള കാര്യങ്ങളിൽ മുനമ്പത്തെ പ്രശ്നം കൂടി പ്രധാനമായിട്ടും കാണിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് BJP വ്യക്തമാക്കിയിരുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു ഭാഗം കൂടിയായിട്ട് തന്നെയാണ് ഏതായാലും കൂടുതൽ കേന്ദ്ര നേതൃത്വം മുനമ്പത്തേക്ക് എത്തുന്നത്. ഏതായാലും നേരത്തെ BJP രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ശ്രമിക്കുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതായത് ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ മുനമ്പം ഉയർത്തിക്കാണിച്ചുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിനാണ് BJP ശ്രമിക്കുന്നത് എന്നുള്ളൊരു വിമർശനമാണ് CPM-ഉം കോൺഗ്രസും നടത്തിയിരുന്നത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും തങ്ങൾ മുനമ്പത്തെ ജനങ്ങളോടൊപ്പമാണ് എന്നുള്ളൊരു പ്രഖ്യാപനം തന്നെയാണ് BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികളൊക്കെ BJP സംഘടിപ്പിച്ചിരുന്നു. മുനമ്പത്തേക്ക് പദയാത്രയും വാഹന പ്രചരണ യാത്ര അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നു. ഏതായാലും മുനമ്പത്തെ ജനങ്ങൾക്ക് അവരുടെ റവന്യൂ അവകാശങ്ങൾ വീണ്ടെടുക്കുന്നതുവരെ ഇതിൽ നിന്ന് സമരപരിപാടികളിൽ നിന്നൊന്നും തന്നെ തങ്ങൾ പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ന് പ്രകാശ് ജാവ്ദേക്കർ അടക്കമുള്ള BJPയുടെ നേതൃത്വം ഇന്ന് മുനമ്പത്തേക്ക് എത്തുന്നത്. കൃഷ്ണരാജ്. കിരണിനി, രണ്ടാമത്തെ കാര്യം, ഇതുവരെ സമരക്കാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാത്ത, സമരക്കാരെ കാണാൻ പോലും കൂട്ടാത്ത കോൺഗ്രസ് ഇപ്പോൾ പറയുന്നു ആദ്യം പിന്തുണ നൽകിയത് ഞങ്ങളാണെന്ന്. അപകടം തിരിച്ചറിയുന്നുണ്ടോ കോൺഗ്രസ്?
കൃഷ്ണരാജ്, ഈ ഉപതെരഞ്ഞെടുപ്പുകൾ കഴിയുന്നതുവരെ ഈ വിഷയത്തിൽ മൗനം പാലിച്ചിരുന്നതാണ് കോൺഗ്രസ്. പലപ്പോഴും ഈ വിഷയത്തിന്റെ അതിൻ്റെ ഒരു സങ്കീർണമായ സാഹചര്യങ്ങളിലേക്ക് എത്തിയ സമയത്തൊക്കെ എല്ലാം തന്നെ മുനമ്പം പ്രശ്നം ഉയർത്തിക്കാട്ടാതെ അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യാതെ മാറി നിന്നവരായിരുന്നു കോൺഗ്രസ്. എന്നാൽ ഇന്നലെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഒരു ഐക്യദാർഢ്യ സദസ്സ് നടത്തിയത്. അതായത് മുനമ്പത്തെ ജനങ്ങൾ പ്രത്യക്ഷ സമര പരിപാടിയിലേക്ക് കടന്നിട്ട് 56-ാം ദിവസമായിരുന്നു ഇന്നലെ. ഇങ്ങനെ ഒരു നിരാഹാര സമരം നടന്ന് അത് 56-ാം ദിവസത്തിലേക്ക് എത്തുമ്പോഴാണ് കോൺഗ്രസ് ഒരു ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിക്കുന്നത്. അതും എറണാകുളത്ത് വെച്ചായിരുന്നു സദസ്സ്. ഇവർക്ക് മുനമ്പത്തേക്ക് ചെന്ന് അവിടെ ഒരു പരിപാടി നടത്തിയാൽ പോലും ജനങ്ങളുടെ ഒരു പിന്തുണ ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എറണാകുളത്ത് വെച്ച് അങ്ങനെ ഒരു പരിപാടി, എറണാകുളം നഗരത്തിലെ മേനക ജംഗ്ഷനിൽ വെച്ച് അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതിന് പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത് മുനമ്പത്തെ വിഷയത്തിൽ നിന്ന് പലപ്പോഴും മൗനം പാലിപ്പിച്ച കോൺഗ്രസിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അടുത്ത വർഷം വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം വലിയൊരു തിരിച്ചടി നേരിടേണ്ടി വരും എന്നുള്ളൊരു കണക്കൂട്ടൽ അല്ലെങ്കിൽ ആ ഒരു ഭയത്തെ തുടർന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ഒരു പ്രത്യക്ഷ സമരപരിപാടിയിലേക്ക് കടക്കാനായിട്ട് തയ്യാറാകുന്നത്. ഈ സമയത്ത് ഇന്നലെ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച വി.ഡി. സതീശൻ അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഈ മുനമ്പത്തെ ജനങ്ങൾ ആദ്യഘട്ടത്തിൽ ഈ പ്രത്യക്ഷ സമര പരിപാടിയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇവർ ആദ്യഘട്ടത്തിൽ MLA-യും മറ്റു മന്ത്രിമാരെയൊക്കെ കാണാനായിട്ട് തിരുവനന്തപുരത്ത് വന്നിരുന്നു. ആ സമയത്ത് തങ്ങളാണ് അവർക്ക് സഹായങ്ങൾ നൽകിയിരുന്നത്. മുനമ്പത്തെ ജനങ്ങളുടെ വിഷയം അത് അത്ര നിസ്സാരമല്ല എന്ന് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരുടെ വിഷയത്തിന് കൂടെ നിന്നത് തങ്ങളാണ്, സമരം തുടങ്ങുന്നതിന് മുൻപേ ആദ്യഘട്ടത്തിൽ അവിടെ എത്തിയത് തങ്ങളാണ് എന്ന തരത്തിലുള്ള ഒരു അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് അങ്ങനെ ഒരു വിശദീകരണം സ്വന്തം പാർട്ടിക്കാർക്ക് ഉള്ളിൽ തന്നെ നൽകേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമാണ് നിലവിലിപ്പോൾ കോൺഗ്രസ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നേരത്തെ തന്നെ വ്യക്തമായതാണ്. അതായത് ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ മുസ്ലിം മതമൗലികവാദികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് മുനമ്പം വിഷയം ഉയർത്തിക്കാട്ടാതെ കോൺഗ്രസ് ഒരു സമീപനം, മൗനമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു വിമർശനം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ഇതിൻ്റെയൊക്കെ ഒരു പ്രതിഷേധം മുനമ്പത്തെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും കോൺഗ്രസിനെതിരായിട്ട് തിരിയുന്ന രീതിയിലേക്ക് എത്തി. ഈ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ഏതാനും ദിവസങ്ങൾക്ക് പിന്നാലെ തന്നെ പ്രതിപക്ഷ നേതാവ് മുനമ്പത്തേക്ക് എത്തുന്നു. ആ സമയത്ത് പ്രതിപക്ഷ നേതാവ് അവിടുത്തെ ജനങ്ങളുടെ പ്രതിഷേധത്തെ ശമിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നതിനിടെ മുനമ്പം ജനങ്ങൾ നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവിന് ഒരു കത്ത് നൽകുന്നത്. അതിൽ ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ ഒന്ന് ഇത് തന്നെയായിരുന്നു. എന്തുകൊണ്ട് ഈ മുനമ്പം ജനങ്ങൾക്കടക്കം ദുരിതത്തിന് കാരണമായിട്ടുള്ള വഖഫ് നിയമ ഭേദഗതിയെ എതിർത്തുകൊണ്ട് ഭരണപക്ഷവും പ്രതിപക്ഷവും നിയമസഭയിൽ ഐക്യകണ്ഠേന, മാത്രവുമല്ല മുനമ്പത്തെ കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാടെന്താണ്, കേന്ദ്രത്തിൽ ഈ വഖഫ് ഭേദഗതി കൊണ്ടുവരുന്ന സമയത്ത് കോൺഗ്രസിന്റെ എംപിമാർ മുനമ്പം വിഷയത്തിൽ കോൺഗ്രസ് അവകാശവാദവുമായി വരുന്നു. ഞങ്ങളാണ് ആദ്യം മുനമ്പം വിഷയത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് എന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു കിരൺകുമാർ. മറ്റൊരു വാർത്തയിലേക്ക് പോകാം. പുനരധിവാസത്തിന് നടപടി സ്വീകരിക്കാതെ മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരെ സംസ്ഥാന സർക്കാർ കബളിപ്പിച്ചത് 4 മാസം. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ 677 കോടി രൂപ ബാക്കിയിരിക്കെയാണ് സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കാതിരുന്നത്. മുഖ്യമന്ത്രിയുടെ വയനാട് പുനരധിവാസ ദുരിതാശ്വാസ നിധിയിലും 673 കോടി രൂപ നീക്കിയിരിപ്പുണ്ട്. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട്. ഗോകുൽ, നമസ്തേ, ഗുഡ് മോർണിംഗ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരെ വീണ്ടും കബളിപ്പിക്കുന്ന നടപടി തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കാരണം ഈ ദുരന്തം ഉണ്ടായ ആ സമയം മുതൽക്ക് തന്നെ കോടിക്കണക്കിന് രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലടക്കം എത്തിയത്. എന്നിട്ടും പുനരധിവാസം ഒരിടത്തും എത്തിയില്ല. ഒപ്പം കേന്ദ്രത്തിനെ പഴിചാരുന്നത് തുടരുകയും ചെയ്യുന്നു. അതുതന്നെയാണ് കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തം അഭിമുഖീകരിച്ചിട്ട് 4 മാസം പിന്നിടുമ്പോഴും അതിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ മുൻകൈ എടുക്കുന്നില്ല എന്ന ആരോപണം ശക്തമാവുകയാണ്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവേ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് സംസ്ഥാന സർക്കാർ പാത്രമായിരുന്നു എന്ന വാർത്ത നമ്മൾ കണ്ടിരുന്നു. കാരണം ഈ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു ആയുധം എന്നോണം ഇത്തരത്തിൽ 251 പേർ മരണപ്പെടുകയും 47 പേർ ഇപ്പോഴും കാണാതാവുകയും 1000-ലധികം 1083
വീടുകൾ തകരുകയും ഒക്കെ ചെയ്ത വലിയൊരു ദുരന്തത്തെ സംസ്ഥാന സർക്കാർ ഉപയോഗിക്കുന്നു എന്ന ഒരു രാഷ്ട്രീയ ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. കാരണം നേരത്തെ രജനി പറഞ്ഞതുപോലെ തന്നെ 677 കോടി രൂപ SDRF ഇപ്പോഴും അവശേഷിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ 673 കോടി രൂപ അവശേഷിക്കുകയാണ്. ആകെ മൊത്തം 1350 കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ കൈവശം ഇരിക്കെയാണ് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ഒരു നടപടിയും സ്വീകരിക്കാത്ത സംസ്ഥാന സർക്കാർ മുന്നോട്ടേക്ക് പോകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാന സർക്കാരിന്റെ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റ് സർവേയിൽ, അതായത് ഒരു പ്രദേശത്ത് ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഏത് രീതിയിലുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച സർവേയിൽ 2219 കോടി രൂപയുടെ നഷ്ടമാണ് അവിടെ ഉണ്ടായത് എന്നും അത്രയും തുകയാണ് വയനാടിന് വേണ്ടത് എന്ന ഒരു കണക്ക് റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിരുന്നു. 2219 കോടി രൂപ. അതിനാവശ്യമായതിന്റെ പകുതിയിലധികം തുക സംസ്ഥാന സർക്കാരിന്റെ കൈവശമിരിക്കെയാണ് ഒരു തരത്തിലുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കാത്തത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ജൂലൈ 30-നായിരുന്നു കേരളത്തെ ആകെ ഞെട്ടിച്ച, നമുക്ക് എല്ലാവരെയും വേദനപ്പെടുത്തുന്ന, അതിന്റെ ഓർമ്മകൾ ഇന്നും നമ്മെ വല്ലാതെ വേട്ടയാടുന്ന വയനാട് ദുരന്തം അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ചൂരന്മലയിലും മുണ്ടക്കൈയിലും പൊട്ടിമുടിയിലും ഒക്കെ അവിടെയൊക്കെ ഉണ്ടായത്. ആ ദുരന്തത്തിന്റെ ബാക്കിപത്രം എന്നോണം അവശേഷിക്കുന്ന നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ട നടപടികളിലേക്ക് കടക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ല എന്ന വസ്തുത നമ്മുടെ മുന്നിലൊക്കെ നിൽക്കുകയാണ്. എല്ലാ സമയത്തും കേന്ദ്ര സർക്കാരിനെ അനാവശ്യമായി കുറ്റപ്പെടുത്താൻ നടത്തുന്ന വിഫല ശ്രമങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതിനെതിരെയായിരുന്നു കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് രൂക്ഷ വിമർശനം സംസ്ഥാന സർക്കാരിനുണ്ടായത്. SDRF-ൽ എത്ര തുകയാണ് ബാക്കിയുള്ളത്, അതിനെത്രയാണ് ചിലവഴിക്കാൻ സാധിക്കുക, എന്തൊക്കെയാണ് നമ്മൾ അതിവേഗം നടപ്പിലാക്കേണ്ട പദ്ധതികൾ, ഏത് രൂപയാണ് കൊടുത്തു തീർക്കാനുള്ളത് എന്ന ചില ചോദ്യങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് സംസ്ഥാന സർക്കാരിനോട് ഉണ്ടായെങ്കിലും കൃത്യമായൊരു മറുപടി പറയാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല. അതിനാൽ വളരെ രൂക്ഷമായി ആരെയാണ് വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത്? കൃത്യമായ കണക്കുകൾ നൽകിയാൽ മാത്രമേ കേന്ദ്രത്തിൽ നിന്ന് പണം ആവശ്യപ്പെടാൻ വേണ്ടി സാധിക്കൂ. കൃത്യമായ കണക്കുകൾ തയ്യാറാക്കി വരുന്ന വ്യാഴാഴ്ചക്കകം ഹൈക്കോടതിക്ക് മുമ്പിൽ സമർപ്പിക്കണം എന്ന രീതിയിൽ വളരെ രൂക്ഷമായ രീതിയിൽ ഹൈക്കോടതി വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്, ഇത്തരത്തിലുള്ള സംഭവങ്ങളെ രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ആക്രമണങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി കരുവാക്കരുത് എന്ന ആരോപണങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. നേരത്തെ തന്നെ കേന്ദ്ര സഹായം ലഭിക്കുന്നില്ല എന്ന സംബന്ധിച്ച ആരോപണ ശക്തമായ സമയത്ത് SDRF ഫണ്ടിൽ 700 കോടിയിലധികം രൂപ ഉണ്ടായിരുന്നു എന്നും അതിൽ കേവലം 95 കോടി മാത്രമേ ചെലവഴിച്ചിട്ടുള്ളൂ എന്നും 677 കോടിയിലധികം രൂപ ബാക്കിയുണ്ട് എന്നുള്ള കണക്കുകൾ വലിയ രീതിയിലുള്ള വ്യക്തമാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ വൃത്തങ്ങളും ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്ത് വരികയുണ്ടായി. കോടികൾ വന്നു എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. മാത്രമല്ല, കേരളം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തം, അതിന്റെ ഞെട്ടലിൽ നിന്ന് മറ്റു ജില്ലകൾ പോലും വിമുക്തമായിട്ടില്ല. അപ്പോൾ വയനാട്ടുകാരുടെ അവസ്ഥ എന്താണ്? നമ്മൾ കുറച്ചുനാൾ മുമ്പ് അത് കണ്ടതുമാണ്. അവിടുത്തെ തോട്ടം തൊഴിലാളികളുടെ ആശങ്ക, ആവലാതി, അവർ എത്രമാത്രം വേദനയിലാണ്. ഒരാൾക്ക് പോലും കണ്ണു നനയാതെ പ്രതികരിക്കാനാവാത്ത അവസ്ഥയാണ്. അപ്പോഴാണ് ഇവിടെ സർക്കാർ ദുരിതബാധിതരെ കബളിപ്പിക്കുന്നത്. പുനരധിവാസമില്ല, വാടക വീടെടുത്ത് കൊടുത്തിട്ട് അതിന് വാടക നൽകുന്നില്ല, അപ്പാടെ വിഷമത്തിലാക്കുന്ന ഒരു അവസ്ഥയാണ്. ഒന്ന് ഓർക്കുക, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പോലും 673 കോടി രൂപയുണ്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ പോലീസുകാരൻ വാഹനം മറിഞ്ഞ് മരിച്ചപ്പോൾ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം കൊടുക്കുന്നു. ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ മരിക്കുമ്പോൾ അയാൾക്ക് കൊടുക്കുന്നു. ഒരു MLA-യുടെ മരണാനന്തരം അദ്ദേഹത്തിൻ്റെ ബാധ്യതകൾ വീട്ടുന്നു, മകൻ ആശ്രിത നിയമനം കൊടുക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ചേർത്ത് പിടിക്കുന്ന അവരുടെ ആൾക്കാരെ മാത്രം ചേർത്ത് പിടിക്കുകയും മറ്റുള്ളവരെ നിരാകരിക്കുകയും വയനാട്ടുകാരോട് മാപ്പ് പറയേണ്ടി വരും സർക്കാരിന് ഈ അവസ്ഥയിലാണെങ്കിൽ. ഏതായാലും വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ. നമുക്ക് ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ ഒന്നുകൂടി കണ്ടുപോകാം. കാരണം വാർത്ത തുടങ്ങിയിട്ട് പുത്തൻപുര തുടങ്ങിയിട്ട് 1 മണിക്കൂർ പിന്നിടുകയാണ്. അപ്പോൾ കഴിഞ്ഞ 1 മണിക്കൂറിൽ എന്താണ് സംഭവിച്ചത്, എന്തെങ്കിലും പുതിയ വാർത്തകളുണ്ടോ? നമുക്ക് പെട്ടെന്ന് പ്രധാന വാർത്തകൾ കാണാം. സിറിയയിൽ വിമതസേനയുടെ മുന്നേറ്റം. തലസ്ഥാനമായ ദമാസ്കസ് അടക്കം 3 നഗരം പിടിച്ചെടുത്തു. പ്രസിഡന്റ് രാജ്യം വിട്ടെന്ന അഭ്യൂഹം. ശബരിമലയിൽ ഭിന്നശേഷിക്കാരനോട് പോലീസിന്റെ ക്രൂരത. പമ്പയിൽ വാഹനമിറങ്ങിയ സ്ഥലത്തേക്ക് ഡോളി വിട്ടില്ല. ദേവസ്വത്തെ അറിയിച്ചിട്ടും നടപടിയില്ല. ദുരനുഭവം തിരുവനന്തപുരം പാലോട് സ്വദേശി സജീവന്. ഈ വർഷം നമ്മളിവിടെ നിന്ന് വന്നിട്ട് മണിക്കൂറോളം നമ്മൾ പമ്പയിൽ വളരെ ബുദ്ധിമുട്ടി ദേഹം അനുഭവിക്കേണ്ടി വന്നു. ഭഗവാനെ കാണാൻ വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മൾ അവിടെ നിന്ന് വന്നത്. വാഹനമൊക്കെ വാടാക്കി വിളിച്ചും ഞാനും എൻ്റെ അനിയൻ്റെ കൊച്ചും കൂടെ മാത്രമാണ് വന്നത്. വന്നാരൊക്കെ നമ്മൾ നിഷ്ഠമായ രീതിയിൽ പമ്പയിൽ ഇറക്കി വിട്ടിട്ട് ഡോളി
വിട്ടുതരില്ല. ഡോളി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അയ്യപ്പനെ കാണാനുള്ള ഇതുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഡോളിയിൽ കയറാനുള്ള സമയം കിട്ടിയില്ല. ഒരുപാട് താമസിച്ചു. ഒരു സാറ് വന്നിട്ട് പറഞ്ഞ് ഡോളി ബുക്ക് ചെയ്ത്. പൂരം നടത്തിപ്പ് നിയന്ത്രണത്തിൽ പ്രതിഷേധം ശക്തം. സർക്കാർ ഇടപെടണമെന്ന ഉത്സവ ആഘോഷ കമ്മിറ്റികളും പൂരപ്രേമികളും. നിയമനിർമ്മാണം നടത്തണം. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ യോഗം ഇന്ന് തൃശൂരിൽ. ബംഗ്ലാദേശിൽ ഹിന്ദുവേട്ടയ്ക്ക് അറുതിയില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് മുന്നിൽ മുട്ടുമടക്കി യൂനുസ് സർക്കാർ. ഹിന്ദുക്കളെ വേട്ടയാടി സൈന്യവും. ദൃശ്യങ്ങൾ ജനൻ TV പുറത്തുവിടുന്നു. വിശദമായ വാർത്ത രാവിലെ 11 മണിക്ക്. മുനമ്പത്തിനൊപ്പം BJP ദേശീയ നേതൃത്വം. കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ ഇന്ന് മുനമ്പം സന്ദർശിക്കും. ലക്ഷ്യം വിഷയം ദേശീയതലത്തിൽ ഉയർത്തിക്കാട്ടൽ. തീരാ ദുരിതത്തിൽ KSRTC ജീവനക്കാർ. ശമ്പളം നൽകാത്തതിൽ പ്രതിഷേധവുമായി യൂണിയനുകൾ. 5-ാം തീയതിക്ക് മുൻപ് പെൻഷൻ നൽകുമെന്ന ഗതാഗത മന്ത്രിയുടെ വാക്കും കട്ടപ്പുറത്ത്. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിൽ ഉത്തരവ് ഇന്ന്. ഹർജി റിയാദ് കോടതി പരിഗണിക്കും. പ്രാർത്ഥനയോടെ കുടുംബം. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ പുതിയ കർദിനാൾമാരുടെ കുർബാന സമർപ്പണം ഇന്ന്. സന്തോഷ നിറവിൽ ചങ്ങനാശ്ശേരി മാമ്മൂട് ഇടവക. വീണ്ടും നമുക്ക് വാർത്തകളിലേക്ക് വരാം. ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ഗുരുതര പരാമർശങ്ങളുമായി നവീൻ ബാബുവിൻ്റെ ബന്ധുവും അഭിഭാഷകനുമായ അനിൽ P. നായർ. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ അടിവസ്ത്രത്തിൽ രക്തക്കറയുണ്ടെന്ന് രേഖപ്പെടുത്തിയിരുന്നു. രക്തക്കറയുള്ളത് പോലീസ് സർജൻ മറച്ചുവെച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തട്ടിക്കൂട്ടിയതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആത്മഹത്യ എന്നതിലേക്ക് കൊണ്ടെത്തിക്കാൻ സഹായിക്കുന്ന ഒന്നായിരുന്നെന്നും അഡ്വക്കേറ്റ് അനിൽ P. നായർ ജനം ഡിബേറ്റിൽ പ്രതികരിച്ചു. വളരെ റിലവൻ്റായ ഒരു പോയിന്റിലേക്കാണ്. ആ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ശ്രീ നവീൻ ബാബു ധരിച്ചിരുന്ന അടിവസ്ത്രങ്ങൾ രക്തക്കറ നിറഞ്ഞതായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രത്തിൽ നിറയെ രക്തമായിരുന്നു. ആ ഒരു ഭാഗം ആ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഈ ഡോക്ടർമാർ പരിശോധിച്ചിരുന്നു എങ്കിൽ എങ്ങനെ അവർക്ക് എക്സ്റ്റേണൽ ഇഞ്ചുറി ഇല്ല എന്ന് എഴുതി വെക്കാൻ പറ്റും? ഇന്റേണലോ എക്സ്റ്റേണലോ ഇഞ്ചുറി ഇല്ലാതെ ബ്ലഡ് ഊസ് ചെയ്യപ്പെടുകയോ ബ്ലഡ് മനുഷ്യ ശരീരത്തിൽ പുറത്തേക്ക് വരുമോ? ശ്രീ നവീൻ ബാബുവിൻ്റെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് മുറിവ് സംഭവിച്ചത്, പരിക്ക് സംഭവിച്ചത് എന്ന് വളരെ മനോഹരമായി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൂടെ എന്നത്തേക്കുമായി അവസാനിപ്പിച്ചു. വളരെ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തൽ കൂടിയാണത്. അതായത് വിവരങ്ങൾ നൽകാൻ മിഥുൻ മുരളി ഒപ്പമുണ്ട്. മിഥുൻ, ഈ നവീൻ ബാബുവിൻ്റെ ബന്ധു അഡ്വക്കേറ്റ് കൂടിയാണ് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തട്ടിക്കൂട്ടിയതാണ് എന്നാണ്. അപ്പോൾ കാര്യമായി പരിഗണിക്കേണ്ട ഒരു വെളിപ്പെടുത്തലായി ഇത് മാറുന്നു അല്ലേ? കൃഷ്ണരാജ്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇന്നലെ ജനൻ TV നടത്തിയ ഡിബേറ്റിലാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തിരിമറി നടന്നിട്ടുണ്ടോ എന്നതായിരുന്നു ചർച്ചാ വിഷയം. ഈ ഒരു ചർച്ചയിലാണ് നവീൻ ബാബുവിന്റെ ബന്ധുവും അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് അനിൽ P. നായർ പങ്കെടുത്തുകൊണ്ട് ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പ്രധാനമായും പോസ്റ്റ്മോർട്ടം ഗൈഡ് ലൈൻ വിശദീകരിച്ചുകൊണ്ടായിരുന്നു ഈ കാര്യങ്ങൾ പരാമർശിച്ചത്. പോസ്റ്റ്മോർട്ടം ഗൈഡ് ലൈനിൽ പ്രധാനമായും ഈ സൂചിപ്പിച്ചിരിക്കുന്ന പ്രധാന ചില വസ്തുതകളുണ്ട്. അതിൽ ഒന്നാമത്തേത് ഈ മരണം എപ്പോഴാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള സമയം രേഖപ്പെടുത്തണം എന്നുള്ളതാണ്. പക്ഷേ ഏകദേശ സമയം രേഖപ്പെടുത്തണം എന്നുള്ള ആ ഗൈഡ് ലൈനിലെ നിർദ്ദേശം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, ഈ മരണ
സമയത്ത് മൃതദേഹം ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ സംബന്ധിച്ച് കൃത്യമായിട്ട് തന്നെ അത് പോസ്റ്റ്മോർട്ടം തയ്യാറാക്കുമ്പോൾ ശേഖരിക്കേണ്ടതുണ്ട്. അത് ചേർത്ത് വെച്ചുകൊണ്ട് പോസ്റ്റ്മോർട്ടം തയ്യാറാക്കി റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ്. പക്ഷേ അത്തരത്തിൽ ആ മരണസമയത്ത് മൃതദേഹം ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ഒന്നും തന്നെ പരിശോധിച്ചിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നു. ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ചേർത്ത് വെച്ചുകൊണ്ട് വേണം പോസ്റ്റ്മോർട്ടം തയ്യാറാക്കാൻ എന്നുള്ള ഒരു കാര്യമുണ്ട്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എവിടെയും മരണശേഷം ഈ ബാഹ്യമായിട്ടുള്ള ശരീരം പരിശോധിച്ചുകൊണ്ട് പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിനെ പറ്റി എവിടെയും പരാമർശിച്ചിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹം പരാമർശിച്ചു വെക്കുന്നു. ഇനിയാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നത്. മരണസമയത്ത് മരിച്ചതിന് ശേഷം ഈ ഇൻക്വസ്റ്റ് നടപടി നടക്കുന്ന സമയത്ത് പോലീസ് കൃത്യമായിട്ട് ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ എഴുതി ചേർത്തിരുന്നു നവീൻ ബാബു ധരിച്ചിരുന്ന അടിവസ്ത്രത്തിൽ രക്തക്കറ പുരണ്ടിരുന്നു എന്നുള്ള കാര്യം. അത് വ്യക്തമായി തന്നെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പരാമർശിച്ചതാണ്, പോലീസിന്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ആ കാര്യങ്ങളെ പറ്റിയുള്ള പരിശോധനകൾ, റിപ്പോർട്ടുകൾ, പരാമർശങ്ങൾ ഒന്നും തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യമാണ് ജനൻ ഡിബേറ്റിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പ്രധാനപ്പെട്ട ആരോപണമായിട്ട് ഉന്നയിക്കുന്നത്. പ്രധാന ഗൗരവം ഏറെയുള്ള ഒരു വിഷയമാണ്. ചർച്ച ഏറെ ചെയ്യപ്പെടേണ്ട അല്ലെങ്കിൽ തുടരന്വേഷണത്തിനൊക്കെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് നവീൻ ബാബുവിന്റെ ബന്ധുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ ഇൻക്വസ്റ്റ് ചെയ്യുമ്പോൾ ഡോക്ടർമാർ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഇൻക്വസ്റ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് റിപ്പോർട്ട് തേടേണ്ടതുണ്ട്. ആ റിപ്പോർട്ട് ചേർത്ത് വെച്ചുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടത്തണമെന്നുണ്ട്. പക്ഷേ അത് ചെയ്തിട്ടില്ല. മൃതദേഹം ധരിച്ചിരുന്ന വസ്ത്രം ആവശ്യപ്പെടേണ്ടതുണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ. അത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടാകേണ്ടതുണ്ട്. അത് ഉണ്ടായില്ല. ഏറ്റവും നിർണായകമായിട്ട് ഈ അടിവസ്ത്രത്തിൽ നവീൻ ബാബു ധരിച്ചിരുന്ന അടിവസ്ത്രത്തിൽ രക്തക്കറ പുരണ്ടു എന്നത് സംബന്ധിച്ചിട്ടുള്ള യാതൊരുവിധ സൂചനകളും മറ്റ് പരാമർശങ്ങളും കണ്ടെത്തലുകളും ഒന്നും തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. യാതൊരുവിധ പരിക്കുകളും ആന്തരികമോ ബാഹ്യമായിട്ടുള്ള പരിക്കുകൾ ഒന്നും തന്നെ നവീൻ ബാബുവിന്റെ ശരീരത്തിൽ ഇല്ല എന്നുള്ള കണ്ടെത്തലായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. ഇത് ഒരു ആത്മഹത്യയാണ് എന്നുള്ള സൂചന നൽകുന്ന തരത്തിലുള്ളതായിരുന്നു, ഉറപ്പുവരുത്തുന്ന തരത്തിൽ തന്നെയുള്ളതായിരുന്നു ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തൂങ്ങിമരണമാണെന്ന് അതിൽ കൃത്യമായി തന്നെ എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. CPM-ഉം ഒരേ സ്വരത്തിൽ പറയുന്നു CBI വരേണ്ടെന്ന്. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ അടിവസ്ത്രത്തിൽ രക്തക്കറയുണ്ട് എന്നതിന് തെളിവുണ്ടായിരുന്നു. അക്കാര്യം പോലീസ് സർജൻ മറച്ചുവെക്കുന്നു. ഇതിപ്പോൾ ആത്മഹത്യയാണെന്ന് തോന്നിപ്പിക്കാനുള്ള ഒരു ശ്രമം തുടരുന്നതിൻ്റെ ഭാഗമാണെന്ന സംശയമാണ് അഡ്വക്കേറ്റ് പങ്കുവയ്ക്കുന്നതും. ഇതിപ്പോൾ ഈ നവീൻ ബാബുവിൻ്റെ കുടുംബം ആരോപിക്കുന്നത് കൊലപാതകമാണെന്ന സംശയം പോലും അവർ പങ്കുവയ്ക്കുന്നുണ്ട്. അതൊക്കെ ബലപ്പെടുത്തുന്നതല്ലേ ഇത്തരം സംഭവങ്ങൾ? കൃഷ്ണരാജ്, കുടുംബത്തിന്റെ ആശങ്ക, കുടുംബത്തിന്റെ ഭയം അത് ബലപ്പെടുത്തുന്നത് തന്നെയാണ് നവീൻ ബാബുവിന്റെ ബന്ധു പറഞ്ഞിരിക്കുന്ന ഈ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ, വെളിപ്പെടുത്തലുകൾ എന്നു തന്നെയാണ്. ആന്തരികമോ ബാഹ്യവുമായിട്ടുള്ള മുറിവ് സംഭവിക്കാതെ എങ്ങനെയാണ് ശരീരത്തിൽ നിന്ന് രക്തം പുറത്തു വരുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട് നവീൻ ബാബുവിന്റെ ശരീരത്തിൽ എവിടെയും പരിക്കുകളില്ല, മുറിവുകളില്ല, അസ്ഥികൾക്കൊന്നും തന്നെ ക്ഷതമോ മുറിവുകളോ സംഭവിച്ചിട്ടില്ല, തലയോട്ടി ഉൾപ്പെടെയുള്ള മറ്റ് ശരീരഭാഗങ്ങൾക്കൊന്നും തന്നെ മുറിവ് ഇല്ല, പരിക്കുകൾ ഇല്ല എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. പക്ഷേ എങ്ങനെയാണ് പരിക്കുകൾ ഒന്നും കൂടാതെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക്, ആന്തരികമോ ബാഹ്യമോ ആയ പരിക്കുകൾ ഇല്ലാതെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് രക്തം വരുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. നവീൻ ബാബുവിന്റെ ബന്ധു ഉന്നയിക്കുന്നത് വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ രക്തക്കറ കണ്ടുവെങ്കിൽ, അടിവസ്ത്രത്തിൽ രക്തക്കറ കണ്ടുവെങ്കിൽ അത് സംബന്ധിച്ചിട്ടുള്ള പരിശോധന, വിശദമായിട്ടുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയെടുക്കുന്നതിനുള്ള കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടത്തിൽ ഉണ്ടാകണം. പിന്നീട് ആന്തരികമായിട്ടുള്ള ബാഹ്യമായിട്ടുള്ള അവയവങ്ങൾ സംശയം തോന്നുന്ന തരത്തിൽ എവിടെയെങ്കിലും മുറിവ് സംബന്ധിച്ചിട്ടുണ്ടോ എന്നത് പിന്നീട് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ആന്തരികമായിട്ടുള്ള അവയവങ്ങൾ പരിശോധനയ്ക്ക് അയക്കണം. പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ആന്തരിക അവയവങ്ങൾ ശേഖരിക്കുകയോ പിന്നീട് പരിശോധനയ്ക്ക് അയക്കുന്നോ ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. ഇതോടുകൂടി തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആത്മഹത്യയാണെന്ന് കൃത്യമായിട്ടുള്ള സൂചനകൾ നൽകിക്കൊണ്ട് ശരീരത്തിൽ മുറിവുകൾ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണത്തിന് അവസാനം ഉണ്ടാക്കുന്നതിനുള്ള കൃത്യമായ ഗൂഢാലോചന നടത്തിക്കൊണ്ടുള്ള ഒരു ശ്രമമാണ്, കൃത്യമായ ഒരു തിരിമറിയാണ് ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ള ആരോപണമാണ് നവീൻ ബാബുവിന്റെ ബന്ധു ഉന്നയിക്കുന്നത്. നേരത്തെ തന്നെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു പരിയാരം മെഡിക്കൽ കോളേജിൽ ഒരു കാരണവശാലും പോസ്റ്റ്മോർട്ടം നടത്തരുത്, അവിടെ പോസ്റ്റ്മോർട്ടം നടത്തിയാൽ ഇടപെടലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം തിരിമറി നടത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുതെന്ന് കുടുംബം ആവശ്യപ്പെട്ടതാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം നടത്തണമെന്നായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം. അത് പരിഗണിച്ചില്ല. അത് അപ്പാടെ
അതോടെ താടിക്കളയുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. അതിനു മുൻപ് ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ കുടുംബത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണം എന്ന് നവീൻ ബാബുവിന്റെ കുടുംബം ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അതും ഉണ്ടായില്ല. നവീൻ ബാബുവിന്റെ കുടുംബം എത്തുന്നതിന് മുൻപ് തന്നെ ഇൻക്വസ്റ്റ് പൂർത്തിയായിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തെ അറിയിച്ചത്. നിയമപരമായി തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ നടത്തുമ്പോൾ ഏതെങ്കിലും കുടുംബാംഗം അവിടെ സാന്നിധ്യം ഉണ്ടാകണം എന്ന് ഉള്ളതാണ്. പക്ഷേ അതുപോലും നടപ്പിൽ വരുത്തിയില്ല. നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ സാന്നിധ്യം കൂടാതെയായിരുന്നു ഇൻക്വസ്റ്റ് നടത്തിയത് എന്നുള്ള പരാതിയും നേരത്തെ മുതൽ തന്നെ കുടുംബം ആരോപണം ഉന്നയിച്ചതാണ്, പരാതിയെ അറിയിച്ചതാണ്. ഈ പരാതികളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് തുടർന്നുള്ള അന്വേഷണം എത്ര കാര്യക്ഷമമായി നടപ്പാക്കും എന്നുള്ളത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ കുടുംബത്തിന് സംശയം തോന്നുകയും സർക്കാരിലും പോലീസിലും വിശ്വാസം നഷ്ടപ്പെട്ട് പിന്നീട് CBIയുടെ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുകയും ചെയ്തത്. കുടുംബത്തിന്റെ സംശയം, കുടുംബത്തിന്റെ ആശങ്ക, ഭയമൊക്കെ കൃത്യമാണ് എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇൻക്വസ്റ്റുമായി ബന്ധപ്പെട്ടും പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ടും തുടങ്ങിയ ഗൂഢാലോചനകൾ, അട്ടിമറികൾ, തിരിമറികൾ പിന്നീട് പലപ്പോഴും തുടർന്നു പോകുന്ന സാഹചര്യമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൃഷ്ണരാജ്, അതായത് അടിമുടി ദുരൂഹതയാണ്, സംശയമൊന്നുമില്ല. നവീൻ ബാബുവിൻ്റെ കുടുംബം തുടക്കം മുതലേ അത് ആവർത്തിച്ച് പറയുന്നുമുണ്ട്. ഏതായാലും എത്രയും പെട്ടെന്ന് CBI വരണം എന്ന ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ CPM-ഉം സംസ്ഥാന സർക്കാരും എന്തിന് CBI, പോലീസ് അന്വേഷണം നേരായ നിലയ്ക്കല്ലേ പോകുന്നത് എന്ന് തിരിച്ചു ചോദിക്കുന്നു. പക്ഷേ ഓരോ നിമിഷവും, അതായത് ഗുരുതര പരാമർശവുമായാണ് ഒരു ബന്ധു, അതായത് അഭിഭാഷകൻ കൂടിയായ അനിൽ P. നായർ വരുന്നത്. അദ്ദേഹത്തിന് ഒരുപക്ഷെ ഇത്തരം സംഭവങ്ങൾ നേരിട്ട് പരിചയമുള്ള ആളാവാം, കാരണം അനുഭവ സമ്പത്തുള്ള ഒരാളാവാം. അദ്ദേഹം പറയുന്നത് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ നവീൻ ബാബുവിൻ്റെ അടിവസ്ത്രത്തിൽ രക്തക്കറയുണ്ടായിരുന്നു, അതെങ്ങനെ സംഭവിച്ചു, അത് പോലീസ് സർജൻ മറച്ചു വയ്ക്കുകയാണ്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു പ്രശ്നവുമില്ലെന്ന് പറയുമ്പോൾ അത് തട്ടിക്കൂട്ടിയതാണ് എന്ന കടുത്ത ആരോപണം കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. അതായത് ഈ റിപ്പോർട്ടുകളൊക്കെയും ഈ മറച്ചുപിടിക്കലുകളൊക്കെയും ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണെന്നാണ് അദ്ദേഹം ഇന്നലെ അഡ്വക്കേറ്റ് അനിൽ P. നായർ ജനം ഡിബേറ്റിൽ പറഞ്ഞത്. വളരെ ഗൗരവകരമായൊരു വെളിപ്പെടുത്തലാണ്. അതിലേക്ക് കൂടി അന്വേഷണം വഴിനീളേണ്ടതുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി. ഇനി ഇപ്പോൾ ഏറെ വിവാദങ്ങൾ നിൽക്കുന്ന ഒരു പദ്ധതിയുണ്ട്. ഒട്ടും സ്മാർട്ടാകാത്ത സ്മാർട്ട് സിറ്റി പദ്ധതി. അവതാളത്തിലായതിനെ തുടർന്ന് വീഴ്ചകൾ കൂടുതൽ വെളിപ്പെടുമ്പോൾ പ്രതിരോധത്തിലായിരിക്കുക തന്നെയാണ് സർക്കാർ. നിയമക്കുരുക്ക് ഒഴിവാക്കാൻ സർക്കാരിന് ലഭിച്ച നിയമോപദേശങ്ങളും കുരുക്കാവുകയാണ്. ടികോമിന് നഷ്ടപരിഹാരം നൽകുന്നതിൽ പുനരാലോചനയും ഉണ്ടാകും. കിരൺ കുമാർ ചേരുന്നുണ്ട്. കിരൺ, വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടാക്കിയ ഒരു പദ്ധതി, 2 സർക്കാരുകൾ വന്നു, ഏറ്റവും അവസാനം അത് പ്രതിരോധത്തിലായി നിൽക്കുന്ന ഒരവസ്ഥ സർക്കാരിനും. എങ്ങോട്ടാണ് ഈ സ്മാർട്ട് സിറ്റി പദ്ധതി പോകുന്നതെന്ന് പോലും അറിയില്ല. രജനി, ഈ കരാർ വ്യവസ്ഥകൾ ലംഘിച്ചു എന്ന കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ടികോമിനെ പദ്ധതിയിൽ നിന്ന് പുറത്താക്കാനുള്ള നീക്കം, ഇത് സർക്കാരിനെതിരായിട്ടുള്ള വലിയ വിമർശനങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ ടികോമിന് ഇത്തരത്തിൽ നഷ്ടപരിഹാരം നൽകാതെ തന്നെ എങ്ങനെ ഒഴിവാക്കാം എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ സർക്കാരിൻ്റെ ഒരു പുനരാലോചന നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ കാര്യങ്ങളിൽ സർക്കാർ നിയമോപദേശം തേടും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ഈ ടികോമിനെ മാറ്റി നിർത്തിക്കൊണ്ട്, ഈ നഷ്ടപരിഹാരം പോലും നൽകാതെ മാറ്റി നിർത്തിക്കൊണ്ട് ഉള്ള ഒരു നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് കേരളത്തിൻ്റെ നിക്ഷേപ മേഖലയിലേക്ക് ഏതൊക്കെ തരത്തിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാകും എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും സർക്കാർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ടികോമിനെ ഒഴിവാക്കിയാൽ കൂടുതൽ നിക്ഷേപകർ കേരളത്തിലേക്ക് എത്താനുള്ള സാധ്യത ഇല്ലാതെയാകും എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് പ്രധാനമായിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മാത്രവുമല്ല, ഈ വീഴ്ച വരുത്തിയ ടികോമിന് ഇത്തരത്തിൽ നഷ്ടപരിഹാരം കൊടുക്കാനുള്ള ഒരു തീരുമാനം അത് സർക്കാരിൻ്റെ അഴിമതിയാണ് എന്നുള്ള ചൂണ്ടിക്കാട്ടൽ അത് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നടക്കം അത്തരത്തിലുള്ള ഒരു ആരോപണം ഉയരുന്ന ഒരു സാഹചര്യത്തിൽ ഇത് എങ്ങനെ മറികടക്കാം എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും സർക്കാർ നിയമോപദേശം തേടുന്നുണ്ട്. പ്രധാനമായിട്ടും സർക്കാരിന് മുന്നിലുള്ള ഒരു വെല്ലുവിളി, ഇത്തരത്തിൽ ടികോമിനെ ഒഴിവാക്കുമ്പോൾ അവർ ഈ കരാർ വ്യവസ്ഥകൾ പാലിച്ചില്ല എന്നൊരു കാരണമാണ് ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇത് സമയബന്ധിതമായിട്ട് ഈ പദ്ധതി പൂർത്തിയാക്കണം എന്ന സംബന്ധിച്ചുള്ള ഒരു വ്യവസ്ഥ സർക്കാർ ഇതുവരെ വെച്ചില്ല എന്നുള്ളൊരു കാര്യം പ്രധാന വിഷയമായി തന്നെ സർക്കാരിൻ്റെ മുന്നിലുണ്ട്. 2007 ആരംഭിച്ച പദ്ധതി 2022 ഇത്തരത്തിൽ പൂർത്തിയാക്കിയില്ല. ഈ 2022 വരെ ഇത് സമയബന്ധിതമായി പൂർത്തിയാക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നൽകിയിരുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും തിരിച്ചടിയായിട്ട് സർക്കാരിനെതിരായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ
ഇങ്ങനെ ടീകോമിന് നഷ്ടപരിഹാരം നൽകാതെ തന്നെ ടീകോമിനെ ഒഴിവാക്കിയാൽ അത് കേരളത്തിന് വലിയൊരു തിരിച്ചടിയാകും എന്നുള്ളൊരു കണക്കൂട്ടൽ തന്നെയാണ് സർക്കാരിന് ലഭിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ളൊരു നിയമോപദേശം തന്നെയാണ് സർക്കാരിന് ലഭിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇത് കോടതിയിലടക്കം ഈ സർക്കാരിൻ്റെ വാദം തള്ളപ്പെടാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള തരത്തിലുള്ള നിയമോപദേശം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നഷ്ടപരിഹാരം നൽകാനുള്ള തീരുമാനത്തിൽ ഒരു പുനരാലോചന ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു സർക്കാരിന്റെ ശക്തമായ ഒരു ഇടപെടൽ പോലും നടത്താതെ ഈ ഒരു പദ്ധതിയും അവതാളത്തിലാക്കുവാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രമിച്ചതെന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം ഈ നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും ടീകോം കമ്പനി കാലതാമസം വരുത്തിയിട്ട് പോലും ഇതിലൊരു ഇടപെടൽ നടത്തിയിട്ടുമില്ല. ഒപ്പം തന്നെ 2014 ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. തീർച്ചയായിട്ടും രജനി, 2014 CAG റിപ്പോർട്ടിൽ തന്നെ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ കൃത്യമായിട്ടുള്ളൊരു നിർമ്മാണ പ്രവൃത്തികളോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും തന്നെ ടീകോമിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. ഈ കരാർ ഒപ്പുവെച്ച സമയത്ത് 88 ചതുരശ്ര അടിയിലെ നിർമ്മാണ പ്രവൃത്തികളും ഒപ്പം തന്നെ 90,000 തൊഴിലവസരങ്ങളും സൃഷ്ടിക്കണം എന്നുള്ളൊരു കാര്യങ്ങളായിരുന്നു ടീകോമിന് മുന്നിൽ ഉണ്ടായിരുന്നതെങ്കിൽ പിന്നീട് വർഷങ്ങൾ പിന്നിട്ടിട്ട് 13 വർഷം പിന്നിട്ടിട്ട് പോലും ഈ വിഷയത്തിൽ ഈ വ്യവസ്ഥകളിൽ ഒന്നും തന്നെ കൃത്യമായ ഒരു ഇടപെടൽ ടീകോമിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു കാര്യം നേരത്തെ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ്. 2014 തന്നെ ഈ കാര്യങ്ങളിൽ CAG റിപ്പോർട്ടും വന്നിരുന്നു. എന്നാൽ സർക്കാർ വേണ്ട രീതിയിലുള്ള ഇടപെടലുകൾ ഈ വിഷയത്തിൽ നടത്തിയിരുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് പുറത്തു വരുന്നത്. അതായത് ഈ സമയബന്ധിതമായിട്ട് ഈ കാര്യങ്ങൾ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വേണ്ടിയുള്ള കാര്യങ്ങളിൽ സർക്കാർ ഒരു തരത്തിലും ഇടപെട്ടിരുന്നില്ല എന്നുള്ള ഒരു കാര്യം തന്നെ ഈ വാർത്തകൾ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് ടീകോമിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ഇങ്ങനെ നഷ്ടപരിഹാരം നൽകുന്നത് അതൊരു വലിയ അഴിമതിയാണ് എന്നൊരു ആരോപണം ഇപ്പോൾ സർക്കാരിനെതിരായി തന്നെ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് സർക്കാർ പോകുന്നത്. ഇങ്ങനെ നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് ടീകോമിനെ ഒഴിവാക്കിയാൽ അത് അഴിമതിയാണ് എന്ന തരത്തിലുള്ള ആരോപണം. ഒപ്പം തന്നെ ടീകോമിന് നഷ്ടപരിഹാരം നൽകാതിരുന്നാൽ അത് വലിയ രീതിയിൽ തന്നെ നിക്ഷേപ മേഖലയിലേക്ക് കേരളത്തിനൊരു തിരിച്ചടിയാകും എന്നുള്ളൊരു വിലയിരുത്തൽ കൂടിയുണ്ട്. ഏതായാലും നിയമോപദേശം ഈ വിഷയവുമായി സർക്കാർ തേടുകയാണ്. കോടതിയിൽ നിന്നടക്കം സർക്കാരിന് തിരിച്ചടി ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നീങ്ങുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. രജനി, എന്തായാലും സ്മാർട്ട് സിറ്റി പദ്ധതി അവതാളത്തിലായ സർക്കാരിന് കൂടെ കുരുക്കാവുക തന്നെയാണ്. ഈ ടീകോം കമ്പനിക്ക് അനാവശ്യ ഇടപെടൽ നടത്തുന്നതിനടക്കം സർക്കാർ കൂട്ടുനിന്നുള്ള കാര്യം ഇവിടെ വ്യക്തമാവുക തന്നെയാണ്. വീണ്ടും വലിയൊരു പദ്ധതി അതെങ്ങും എത്താതെ പോകുന്നു. വീണ്ടും തിരികെ എത്താം. മഹാരാഷ്ട്രയിൽ ജനവിധിയെ വെല്ലുവിളിച്ച് ഇന്ത്യ സഖ്യം നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യാതെ ഇന്ത്യ സഖ്യത്തിൻ്റെ MLA മാർ വിട്ടുനിന്നു. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേട് നടന്നുവെന്ന് ആരോപിച്ചാണ് സത്യപ്രതിജ്ഞ ബഹിഷ്കരിച്ചത്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണനൊപ്പം ചേരുന്നു. ഗൗതം, മത്സരിക്കുന്നു, ആരെങ്കിലും ഒരാൾ ജയിക്കുന്നു, പിന്നീട് ഭരണഘടനയുടെ കൂടി ഭാഗമാണ്, ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്, ജനവിധിയുടെ ഭാഗമാണ് സത്യപ്രതിജ്ഞ ചെയ്യൽ എന്നത്. പതിവായ ഒരു ആരോപണം, തോൽക്കുമ്പോഴൊക്കെയും പറയുന്ന ഒരു ആരോപണം മുന്നോട്ട് വെച്ച് മാറി നിൽക്കുന്നു ഇന്ത്യ സഖ്യത്തിലെ MLA മാർ. എന്താണ് ഉണ്ടായത്? കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ പതിവായുള്ള ആരോപണം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. രാജ്യത്തിന്റെ പരമോന്നത കോടതി തന്നെ അടുത്തിടെ രൂക്ഷ ഭാഷയിലാണ് ഈ ഒരു ആരോപണത്തെ വിമർശിച്ചത്. പ്രതിപക്ഷ പാർട്ടികൾ എവിടെയെങ്കിലും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ വോട്ടിംഗ് മെഷീനെ ക്രമക്കേട് ആരോപിക്കുന്നു. അവർ തന്നെ അടുത്തിടെ പല തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ മഹാരാഷ്ട്രയിൽ നേട്ടമുണ്ടാക്കിയത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മഹാവികാസ് അഘാഡിയാണ്. അന്ന് വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേടില്ല. അവർ തോറ്റു കഴിഞ്ഞാൽ അവിടെയെല്ലാം വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേടാണ് എന്ന വാദം ഉന്നയിക്കുന്നത് അടിസ്ഥാനരഹിതമാണ് എന്ന കോടതികളും അതോടൊപ്പം തന്നെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പൊതുസമൂഹവും ഇതേ ദിശയിൽ തന്നെ ഇപ്പോൾ ചിന്തിക്കുകയാണ്. പക്ഷേ മഹാവികാസ് അഘാഡിയുടെ MLA മാർ ഇന്നലെ ചെയ്തത് സത്യപ്രതിജ്ഞ ചെയ്യാതെ വിട്ടു നിൽക്കുകയാണ്. അതായത് മഹാരാഷ്ട്രയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേട് നടന്നു എന്ന ആരോപണമാണ് മഹാവികാസ് അഘാഡിയുടെ MLA മാർ ചൂണ്ടിക്കാണിക്കുന്നത്. ശിവസേന ഉദ്ധവ് വിഭാഗത്തിന് 20 MLA മാരും അതുപോലെ തന്നെ കോൺഗ്രസിന് 16ഉം
NCP ശരത് പവാർ വിഭാഗത്തിന് 10 MLA-മാരുമാണ് ഉള്ളത്. ഈ MLA-മാർ ഇന്നലത്തെ ദിവസം സത്യപ്രതിജ്ഞ ചെയ്യില്ല. 3 ദിവസത്തേക്കാണ് മഹാരാഷ്ട്ര നിയമസഭ ചേർന്നത്. പുതിയ MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനായാണ് ഈ 3 ദിവസത്തെ അസംബ്ലി സെഷൻ മുംബൈയിൽ നടക്കുന്നത്. ക്ഷമിക്കണം. എന്തായാലും ഈ സത്യപ്രതിജ്ഞ ചെയ്യാതിരിക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ശിവസേനയെ സംബന്ധിച്ച് അത് മുന്നോട്ട് അധികം കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. കാരണം രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 119(4) പ്രകാരം, അതായത് 190 പ്രകാരം ചൂണ്ടിക്കാണിക്കുന്നത് ഈ അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു MLA 60 ദിവസത്തിനകം സത്യപ്രതിജ്ഞ ചെയ്തില്ലെങ്കിൽ ആ വിജയിച്ചു വന്നിട്ടുള്ള മണ്ഡലത്തെ വേക്കൻ്റായി ഇടുവാൻ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 190 ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനാൽ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ വിജയിച്ച MLA-മാരുടെ മണ്ഡലങ്ങൾ വേക്കൻ്റ് ആക്കപ്പെടുകയും അവിടെ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരികയും ചെയ്യുന്നു. അങ്ങനെ ഒരു ധൈര്യം കാണിക്കുമെന്ന് തോന്നുന്നില്ല. ഉള്ളത് കൂടി പോണ്ട എന്ന തീരുമാനം എടുക്കാനായിരിക്കുമല്ലോ അവർ ശ്രമിക്കുക. 2 കാര്യങ്ങൾ. ഒന്ന്, വോട്ടെടുപ്പ് തെറ്റായ രീതിയിലായിരുന്നു, ക്രമക്കേടുണ്ടായിരുന്നു എന്ന ആരോപണം. 2, ജയിപ്പിച്ചു വിട്ടവരെ സത്യപ്രതിജ്ഞ ചെയ്യുന്നില്ല എന്ന തീരുമാനം. അതായത് 2 തരത്തിലും ജനവിധിയെ വെല്ലുവിളിക്കുകയാണ്, തള്ളിക്കളയുകയാണ് ഇന്ത്യ സഖ്യത്തിലെ MLA-മാർ, അല്ലേ? കൃഷ്ണരാജ്, അതാണ്. അതായത് 2 രീതിയിലുള്ള വെല്ലുവിളി നടത്തുകയാണ്. ഒന്ന്, രാജ്യത്തെ ജനങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായി വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ജനാധിപത്യ മര്യാദ എന്ന് പറയുന്നത് ആ ജനവിധിയെ അംഗീകരിക്കുന്നു. അതിനുശേഷം എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടത് എന്നതിനെ പറ്റി പഠിച്ച് തിരികെ വരിക എന്നതാണ് രാഷ്ട്രീയ മര്യാദ എന്നത്. ഒരു ജനാധിപത്യ രാജ്യത്ത് പൊതുവെ കണ്ടുവരുന്ന കീഴ്വഴക്കങ്ങൾ അതൊക്കെയാണ്. പക്ഷേ അടുത്ത കാലത്തായി രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് കോൺഗ്രസും അതോടൊപ്പം തന്നെ ഇടതുപക്ഷവും ഉൾപ്പെടെയുള്ള ചില പ്രതിപക്ഷ പാർട്ടികൾ എവിടെയൊക്കെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാലും അവിടെല്ലാം വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേട് ആരോപിക്കുന്ന ഒരു ശൈലിയാണുള്ളത്. മഹാരാഷ്ട്രയിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്ന ഘട്ടത്തിൽ നമ്മൾ കാണേണ്ടത് 4 മാസങ്ങൾക്ക് മുമ്പ് അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ കോൺഗ്രസ്സാണ് നേട്ടമുണ്ടാക്കിയത്. BJP നേതൃത്വം നൽകുന്ന മഹായുതിക്ക് കാര്യമായൊരു നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല അവരുടെ സീറ്റുകൾ കുറയുക കൂടി ചെയ്തിരുന്നു. ദേശീയ തലത്തിൽ തന്നെ BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടാൻ കഴിയാതെ വന്നത് ഉത്തർപ്രദേശിലെയും മഹാരാഷ്ട്രയിലെയും തിരിച്ചടികളാണ്. അപ്പോൾ ആ സമയത്തൊന്നും വോട്ടിംഗ് മെഷീനെ പറ്റി ആർക്കും സംശയങ്ങൾ ഉണ്ടാകുന്നില്ല. മാത്രമല്ല അടുത്ത കാലത്ത് പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ BJP പരാജയപ്പെടുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ഇപ്പോൾ മഹാരാഷ്ട്രയ്ക്കൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് നടന്ന മറ്റൊരു സംസ്ഥാനമാണല്ലോ ജാർഖണ്ഡ്. ജാർഖണ്ഡിൽ കാടിളക്കിയുള്ള പ്രചരണമാണ് BJP നടത്തിയത്. അസോം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയൊക്കെ അവിടെ ക്യാമ്പ് ചെയ്ത് പ്രചരണം നടത്തിയതാണ്. പക്ഷേ അവിടെ BJP അധികാരത്തിലേക്ക് വന്നില്ലെന്ന് മാത്രമല്ല 2019 സീറ്റുകളിൽ നിന്നും വീണ്ടും കുറയുക കൂടി ചെയ്തിരിക്കുകയാണ് BJPയുടെ സീറ്റുകൾ. അപ്പോൾ അവിടെ വോട്ടിംഗ് മെഷീനെതിരെ പരാതി ഉയരുന്നില്ല. മഹാരാഷ്ട്രയിൽ തിളക്കമാർന്ന വിജയം ഉണ്ടാകുമ്പോൾ അവിടെ വോട്ടിംഗ് മെഷീൻ മോശമാണെന്ന് പറയുക ഇതൊരു പരിഹാസ്യമാകുന്ന, സ്വയം പരിഹാസ്യമാകുന്ന രീതിയാണ്. രമേശ് ചെന്നിത്തലയെ പോലെയൊക്കെയുള്ള നേതാക്കളാണ് ഇത്തരത്തിൽ വോട്ടിംഗ് മെഷീനെ കുറ്റപ്പെടുത്തി രംഗത്തെത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇതിനെതിരെ വലിയ വിമർശനം പൊതുസമൂഹത്തിനിടയിലും രാജ്യത്തെ കോടതികളിൽ നിന്നൊക്കെ ഇവർ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. രണ്ടാമത്തെ വിഷയം നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ജനങ്ങളോടുള്ളൊരു വെല്ലുവിളി കൂടി തന്നെയാണ്. കാരണം ജനങ്ങൾ ഒരു മണ്ഡലത്തിൽ നിന്നും ഒരു MLA തെരഞ്ഞെടുത്ത് വിട്ടുകഴിഞ്ഞാൽ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള ആദ്യത്തെ നീക്കം എന്നത് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതല ഏൽക്കുക എന്നുള്ളതാണ്. അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി പ്രത്യേക സെഷൻ ഗവർണർ വിളിച്ചു ചേർക്കുന്ന ഘട്ടത്തിലാണ് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉപമുഖ്യമന്ത്രിമാരെല്ലാം സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ മുഖ്യ പ്രതിപക്ഷമായിരിക്കുന്ന ഒരു മുന്നണിയുടെ MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്യില്ല എന്ന് വെല്ലുവിളിക്കുന്നു. പക്ഷേ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെയാണ് ഇത് കേവലം ഒരു വെല്ലുവിളിയും നാടകവും ഒക്കെ കാണിച്ച 1-2 ദിവസത്തേക്കുള്ള ഒരു ഡ്രാമ എന്ന് മാത്രമേ ഇതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം അല്ലാതെ അത് നീണ്ടുപോയാൽ ഒരു 60 ദിവസത്തിനകം സത്യപ്രതിജ്ഞ ചെയ്തില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ 190 ആർട്ടിക്കിൾ അനുസരിച്ച് ഈ MLA-മാരെ അയോഗ്യരാക്കുക അല്ലെങ്കിൽ അവർ വിജയിച്ചു വന്ന മണ്ഡലങ്ങൾ വേക്കൻ്റായി പ്രഖ്യാപിക്കാനും സാധിക്കും. അതിനാൽ തന്നെ ഇത് താൽക്കാലികമായി ഒരു അനാവശ്യമായ നാടകം കളിച്ചുകൊണ്ട് സമയം കളയാനുള്ളൊരു ശ്രമമാണ് മഹാവികാസ് അഘാഡിയുടെ MLA-മാരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കൃഷ്ണരാജ്, മഹാരാഷ്ട്രയിൽ ജനവിധിയെ വെല്ലുവിളിക്കുകയാണ് ഇന്ത്യ സഖ്യം. നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യാതെ ഇന്ത്യ സഖ്യത്തിൻ്റെ MLA-മാർ വിട്ടുനിന്നു. 60 ദിവസത്തിനുള്ളിൽ ഏതായാലും സത്യപ്രതിജ്ഞ ചെയ്യണം. ഈ വോട്ട് അപ്പോഴേക്കും മാറില്ലല്ലോ ഈ ആരോപണം. അത് സംഭവിക്കുമോ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. നമ്മുടെ ഒരു പ്രേക്ഷകനായ പ്രകാശൻ വേലുക്കുട്ടി പറയുന്നുണ്ട് ജിഹാദി കോൺഗ്രസിൽ നിന്ന് ഇതൊക്കെ അല്ലാതെ വേറെ ഒന്നും പ്രതീക്ഷിക്കേണ്ടെന്ന്. അപ്പം അദ്ദേഹത്തിന് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിനൊക്കെയുള്ള ഉത്തരങ്ങളാണ് ഞങ്ങൾ വാർത്തകളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പം
മുൻപ് നിരവധി ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, സിറിയയും അതുപോലെ തന്നെ അന്താരാഷ്ട്ര വാർത്തകളൊന്നുമില്ലേ, ഐസൻ എവിടെ പോയെന്നൊക്കെ. ഐസൻ ഒരിടത്തും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. അടുത്ത നമ്മൾ സിറിയയിലെ വാർത്തയിലേക്കാണ് പോകുന്നത്. സിറിയയിലെ ഹോംസ് നഗരം പൂർണ്ണമായും പിടിച്ചെടുത്തതായി വിമതർ. തലസ്ഥാനമായ ഡമാസ്കസിൽ വിമത നീക്കം ശക്തമായിട്ട് തുടരുന്നു. ബഷർ അൽ അസദ് ഡമാസ്കസ് വിട്ടു എന്ന വാർത്ത അധികൃതർ നിഷേധിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, നമസ്തേ, ഗുഡ് മോർണിംഗ്. സിറിയ കത്തുന്നു എന്ന് തന്നെ പറയാം. 13 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ആഭ്യന്തര കലാപം, അതിൽ ഭീകരരും ഉൾപ്പെടുന്നു എന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കേണ്ടത്. പ്രസിഡന്റ് ബാഷർ അൽ അസദ് രാജ്യം വിട്ടു എന്ന് പറയുന്നുണ്ട്. അത് സ്ഥിരീകരിക്കാത്ത ഒരു റിപ്പോർട്ടാണ്, പക്ഷേ അധികൃതർ അത് നിഷേധിക്കുകയും ചെയ്യുന്നു. തീർച്ചയായും രജനി, ഇപ്പോൾ നമുക്ക് നൽകാവുന്ന ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് അല്പസമയം മുമ്പ് പുറത്തു വരുന്ന വാർത്തകൾ. സിറിയയിലെ വിവിധയിടങ്ങളിൽ ശക്തമായ വെടിവെപ്പ് നടക്കുന്നതിൻ്റെ ശബ്ദം കേട്ടു എന്ന് നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചില ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്. സിറിയയിലെ ഡമാസ്കസിലാണ് ശക്തമായൊരു ആക്രമണം നടന്നത്. ഇന്നലെ ശക്തമായ അതിക്രമങ്ങൾ നടക്കുന്നതെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്നലെ ഇതേ സമയം ഏതാണ്ട് രാവിലെയോടുകൂടി ഈ നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു. ഇന്നലെ വൈകിട്ട് വളരെ ശക്തമായൊരു നീക്കം ആരംഭിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ഡമാസ്കസിൻ്റെ വടക്കൻ മേഖലകളിൽ നിന്നും തെക്കൻ മേഖലകളിൽ നിന്നും വൻതോതിൽ ഈ വിമതർ അങ്ങോട്ട് ഇരച്ചു കയറുന്നൊരു സാഹചര്യം, അല്ലെങ്കിൽ അതിനോട് ആ നഗരത്തോട് അടുക്കുന്നൊരു സാഹചര്യമുണ്ടായി. ആ നഗരത്തിന് തൊട്ടടുത്ത ഹോംസ് നഗരം നേരത്തെ തന്നെ പിടിച്ചെടുത്തിരുന്നു. ഇപ്പോൾ മൂന്നാമത്തെ നഗരം വിമതർ പിടിച്ചെടുക്കുന്നു, അല്ലെങ്കിൽ ഈ ഭീകര സംഘടന പിടിച്ചെടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഭീകര സംഘടനയുടെ നിയന്ത്രണത്തിൽ ആദ്യമായത് അലിപ്പോ നഗരമാണെങ്കിൽ പിന്നീട് ഹമയാണ് നിയന്ത്രണത്തിലായത്. ഇപ്പോൾ ഹോംസ് നഗരവും പിടികൂടിയിരിക്കുന്നു. ഇന്നലെ രാത്രി തന്നെ ഹോംസ് നഗരത്തിൽ കാര്യമായ രീതിയിലുള്ള മുന്നേറ്റം ഭീകരർ നടത്തിയിരുന്നു, അല്ലെങ്കിൽ അതിക്രമങ്ങൾ നടത്തിയിരുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയെന്നോണം ഇന്ന് രാവിലെ പരിശോധിക്കുമ്പോഴെല്ലാം തന്നെ പലയിടങ്ങളിലും ശക്തമായ നീക്കങ്ങൾ അവർ നടത്തിയതിന് ശേഷം ഏതാണ്ട് നഗരം പൂർണ്ണ നിയന്ത്രണത്തിലാക്കി എന്ന് തന്നെ പറയാവുന്ന ഒരു രീതിയാണ് നിലനിൽക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിൽ നഗരം പൂർണ്ണ നിയന്ത്രണത്തിലാകുമ്പോൾ ആ സൈന്യത്തോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെടുന്ന ഒരു രീതിയാണ് ഈ ഭീകര സംഘടന, ഭീകര സംഘടന കൃത്യമായി മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിലവിലെ സാഹചര്യത്തിൽ അത്തരമൊരു ഇൻഫർമേഷൻ അന്താരാഷ്ട്ര മാധ്യമ ഏജൻസികൾക്കൊന്നും ലഭ്യമായിട്ടില്ല എന്നത് മാത്രമാണ് പൂർണ്ണമായും നിയന്ത്രണത്തിലായിട്ടില്ല എന്ന് നമുക്ക് കരുതാനുള്ളൊരു വസ്തുത, അല്ലെങ്കിൽ ഒരു കാരണം എന്ന് മാത്രമേ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഡമാസ്കസിലെ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ സംബന്ധിച്ച്, അല്ലെങ്കിൽ അക്രമ സംഭവങ്ങൾ സംബന്ധിച്ച് നൽകാനാകുന്നുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ അക്രമം തുടരുകയാണ്. നിയന്ത്രണത്തിലായി ഈ ഹോംസ് നഗരം എന്ന പൂർണ്ണമായ ബോധ്യം തന്നെയാണ് അന്താരാഷ്ട്ര സൈനിക സംവിധാനങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിൽ അത്തരത്തിലൊരു നിയന്ത്രണത്തിലേക്ക് അവർ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി സൈന്യം പിന്മാറുകയും അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അത് പൂർണ്ണമാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൂന്നാമത്തെ നഗരം കൂടി തലസ്ഥാനം കയ്യിൽ നിന്ന് പോകുമ്പോൾ സർവ്വതും പിടിവിട്ടു എന്നുകൂടി മനസ്സിലാക്കണ്ടേ? തീർച്ചയായും തലസ്ഥാനത്ത് അതിശക്തമായ ആക്രമണം നടത്തുന്നു. ഇനി അത് തുടർച്ചയായി, അതായത് ഇന്നലെ നടന്ന സംഭവവികാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ബഷർ അൽ അസദ് ആ നാട് വിട്ടുപോയി എന്ന്, അല്ലെങ്കിൽ സിറിയ വിട്ടുപോയി എന്നൊരു വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ആ വിവരം അത് ഔദ്യോഗികമായി സിറിയൻ സർക്കാരോ അല്ലെങ്കിൽ സംവിധാനങ്ങളോ ഒന്നും അംഗീകരിക്കുന്നില്ല, സൈന്യവും അംഗീകരിക്കുന്നില്ല എങ്കിൽ കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് അത്തരത്തിൽ പോയി അത് അൺഐഡൻറ്റിഫൈഡ് ആയ ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് വെളിപ്പെടുത്താത്ത ഒരു മേഖലയിലേക്കാണ് അദ്ദേഹം കടന്നിരിക്കുന്നത് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ബഷർ അൽ അസദ് അവിടെ ഇല്ല എന്ന് തന്നെയാണ് ഒരു ഔദ്യോഗികമായി നമുക്ക്, അല്ലെങ്കിൽ ഒരു അനൗപചാരികമായി നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്താരാഷ്ട്ര മാധ്യമ ഏജൻസികളെല്ലാം തന്നെ അത്തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത്. സ്വാഭാവികമായും അത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ അതൊരു സ്ഥിരീകരണം ഇല്ല എന്നത് തന്നെ ഒരു യാഥാർത്ഥ്യമായി തുടരുമ്പോൾ ഈ നഗരം പിടിച്ചെടുത്തിരിക്കുന്നു, ഹോംസ് നഗരം കൂടി പിടിച്ചെടുത്തൊരു സാഹചര്യത്തിൽ ഇനി ഡമാസ്കസിനെ പൂർണ്ണമായ നിയന്ത്രണത്തിലാക്കാനുള്ളൊരു നീക്കം നടത്തിയാൽ അത് ബഷർ അൽ അസദിൻ്റെ സുരക്ഷയെ വളരെ പ്രതികൂലമായി ബാധിക്കും. അൽ അസദിനെ, ബഷറിനെ അവരുടെ കയ്യിൽ കിട്ടിയാൽ എന്ത് രീതിയിലായിരിക്കും പ്രതികരിക്കുക എന്ന് അറിയാൻ സാധിക്കാത്തൊരു സാഹചര്യം കൂടിയുള്ളതിനാൽ, അദ്ദേഹത്തിൻ്റെ ജീവന് ഭീഷണിയുണ്ട് എന്നൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നതിനാൽ രാജ്യം വിട്ടിരിക്കാമെന്ന് തന്നെ അനുമാനിക്കേണ്ട ഘടകങ്ങളാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശക്തമായൊരു മുന്നേറ്റം സിറിയയിൽ ഇതുപോലെ തുടരുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അതേസമയം ഏറെ പ്രാധാന്യത്തോടെ കാണേണ്ടത് റഷ്യ ഈ വിഷയത്തിൽ നേരത്തെ ഇടപെട്ടിരുന്നു, ഇപ്പോൾ ഇടപെടൽ നിർത്തിവെച്ചിരിക്കുന്നു. കാര്യമായൊരു ഇടപെടൽ നേരത്തെ ആദ്യ ദിവസം അലിപ്പോയിലെ ആക്രമണം നടന്ന ദിവസം ഉടൻ തന്നെ ഒരു സൈനിക നീക്കം എയർഫോഴ്സ് ശക്തമായ 10 മണിക്കൂറോളം എയർഫോഴ്സിൻ്റെ നടപടികളുണ്ടായി, അല്ലെങ്കിൽ നീക്കങ്ങളുണ്ടായി, സ്ട്രൈക്കുകളുണ്ടായി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ പിന്നീട് അങ്ങോട്ട് എയർഫോഴ്സ് നിശ്ചലമായി, റഷ്യൻ എയർഫോഴ്സ് നിശ്ചലമായൊരു രീതിയാണ് സിറിയയിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ്റെയും സിറിയയുടെയും റഷ്യയുടെയും
പിന്തുണ സിറിയ ആവശ്യപ്പെട്ടുവെങ്കിൽ കൂടി ഈ നീക്കം റഷ്യൻ പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ നീക്കം ഏറെ ഗൗരവത്തോടെ വീക്ഷിക്കേണ്ടതുണ്ട്. അതിന് പിറകെയാണ് ഡൊണാൾഡ് ട്രംപ് ഇത് സംബന്ധിച്ച് പ്രതികരിച്ചിരിക്കുന്നത്. സിറിയയുടെ വിഷയത്തിൽ തങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്നൊരു നിലപാടാണ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചത്. നമുക്കറിയാവുന്നതാണ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റുമായുള്ള ബന്ധവും അതുപോലെ തന്നെ വ്യക്തിപരമായ ബന്ധവും അതുപോലെ തന്നെ ആ രാഷ്ട്രങ്ങൾ തമ്മിൽ കൂടുതൽ അടുക്കാനുള്ളൊരു നീക്കവും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ നിലപാട് പുറത്തു വന്നതോടെ റഷ്യ കാര്യമായ ഇടപെടൽ നടത്തുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും UN പീസ് കീപ്പിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആഗോള തലത്തിൽ ഇത്തരം പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യേണ്ട സംവിധാനങ്ങളെ കാര്യക്ഷമമായി പ്രയോജനപ്പെടുത്തുക എന്നത് മാത്രമായിരിക്കും അമേരിക്കയുടെ ഇക്കാര്യത്തിൽ അല്ലെങ്കിൽ നിയുക്ത പ്രസിഡന്റിൻ്റെ ഇക്കാര്യത്തിൽ നിലപാട് എന്നും ഏതാണ്ട് സൂചനകളൊക്കെ പുറത്തു വന്നൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് റഷ്യയുടെ ഈ പിന്മാറ്റം നടന്നിരിക്കുന്നത് അല്ലെങ്കിൽ റഷ്യ ഒന്ന് പുറകോട്ട് നിൽക്കുന്നത് എന്നൊരു ഗൗരവതരമായൊരു വിഷയം കൂടി നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും വലിയൊരു പ്രതിസന്ധിയിലൂടെ ആ രാജ്യം കടന്നു പോകുന്നു. 2011 ശേഷം വീണ്ടും ഇപ്പോൾ ഏതാണ്ട് 14 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ 14 വർഷത്തിനിടെ ഈ പ്രശ്നം സങ്കീർണമായി തുടരുകയും അത് പരിഹരിക്കാൻ സാധിക്കാത്തൊരവസ്ഥ തുടർന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു എന്നത് ഏറെ ഗൗരവമുള്ളൊരു വിഷയമായി അന്റോണിയോ ഗുട്ടറസ് ഐക്യരാഷ്ട്ര സംഘടനാ സെക്രട്ടറി ജനറൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. ആ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കുന്നതിന് ചർച്ചകൾക്ക് തയ്യാറാകണമെന്നൊരു ആവശ്യവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ അത്തരത്തിലൊരു ആവശ്യത്തിനെ ഹയത്ത് തഹ്രീർ അൽ ഷം എന്ന് പറയുന്ന ഈ ഭീകര സംഘടന ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നതാണ് ഏറെ ഗൗരവമേറിയ വിഷയം. തീർച്ചയായും ആ IS ഫണ്ടിങ് ഉൾപ്പെടെ പഴയ ISൻ്റെ കേന്ദ്രങ്ങളാണ് ഇതെല്ലാം തന്നെ. IS ഫണ്ടിങ് ഉൾപ്പെടെയുള്ള ഒരു ISൻ്റെ സ്ലീപ്പർ സെല്ലുകളൊന്നും ഒരിക്കലും പറയാൻ സാധിക്കില്ലെങ്കിലും സാങ്കേതികമായി അവർ നിശ്ചലമായിരുന്നൊരു കാലഘട്ടത്തിൽ നിന്നും ശക്തമായി വീണ്ടും വരുന്നു എന്നതാണ് ഗൗരവമർഹിക്കുന്നൊരു വിഷയം. ഇതിന് പിന്നിലുള്ള ശക്തികളാരെ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇവർക്ക് പിന്തുണ ലഭിക്കുന്നത് എവിടെ നിന്ന് എന്ന് സംബന്ധിച്ചുള്ള ആശങ്കാകുലമായ സാഹചര്യങ്ങളെല്ലാം തന്നെ ലോകം മുഴുവൻ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. സിറിയയിൽ വിമത മുന്നേറ്റം തുടരുക തന്നെയാണ്. പ്രധാനപ്പെട്ട നഗരങ്ങളെല്ലാം പിടിച്ചെടുത്തിരിക്കുകയാണ്. ഒപ്പം പ്രസിഡന്റ് ബാഷർ അൽ അസദ് രാജ്യം വിട്ടു എന്ന് സ്ഥിരീകരിക്കാത്ത വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഐസലാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഐസിൽ നിന്ന് ഹമാസിന്റെ ഒരു വിവരം കൂടെ അറിയാനുണ്ട്. മോചനത്തിനായുള്ള ശ്രമം ഊർജിതമാക്കുന്നതിനിടെ ഒരു ബന്ദിയുടെ വീഡിയോ കൂടി പുറത്തുവിട്ടിട്ടുണ്ട് ഹമാസ്. മേട്രൻ സെഗോഗർ എന്ന ബന്ദിയുടെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. സെഗോഗറുടെ ബന്ധുക്കൾ മോചനം ഉടൻ സാധ്യമാക്കണമെന്നാവശ്യപ്പെട്ട പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുകയാണ്. ഐസിൽ നമുക്കറിയാം, താൻ അധികാരത്തിലേറുന്നതിന് മുൻപ് ബന്ദികളെ വിട്ടയക്കണമെന്നൊരു ആവശ്യം ശക്തമാക്കിയിട്ടുണ്ട് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതിന് പിന്നാലെ നീക്കങ്ങൾ സജീവമാവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ബന്ദിയുടെ ദൃശ്യങ്ങൾ കൂടെ പുറത്തു വന്നിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ എന്തൊക്കെയാണ്? തീർച്ചയായും രജനി, ഇത് രണ്ടാമത്തെ ബന്ദിയുടെ അതായത് പ്രൊപ്പഗൻഡ വീഡിയോകൾ പുറത്തുവിടുന്ന ഹമാസിൻ്റെ നടപടികൾ ആരംഭിച്ച് രണ്ടാമത്തെ ബന്ദിയുടെ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ് ഈഡൻ അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ വീഡിയോ പുറത്തു വന്നിരുന്നു. അദ്ദേഹം വളരെ വികാരവിക്ഷോഭത്തോടെ അദ്ദേഹം പ്രതികരിക്കുകയും അദ്ദേഹത്തിൻ്റെ പിതാവ് ഡൊണാൾഡ് ട്രംപിനോട് സഹായം ആവശ്യപ്പെടുകയും ഡൊണാൾഡ് ട്രംപിനോടും അതുപോലെ തന്നെ നിലവിലെ പ്രസിഡന്റ് ബൈഡനോടും അതുപോലെ ബെഞ്ചമിൻ നെതന്യാഹുവിനോടും സഹായം പരസ്യമായി ആവശ്യപ്പെടുന്ന സാഹചര്യം. അത്തരത്തിലുള്ള വലിയ ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധങ്ങളെല്ലാം തന്നെ ഇസ്രായേലിൽ ബന്ദികളുടെ മോചനം സംബന്ധിച്ച് ശക്തമായി ഉയരുന്നൊരു സാഹചര്യത്തിലാണ് ഈ സഗോക്കറുടെ വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് അവിടെയുള്ള ആ ദുരിതങ്ങളുടെയും എല്ലാം തന്നെ കഥയാണ്. നമുക്കറിയാവുന്നതാണ് ഹമാസ് ബന്ദികളാക്കിയവരുടെ ഹമാസിൻ്റെ ആ ഒരു ക്രൂരകൃത്യത്തിൻ്റെ ആഘാതം അവർ പ്രൊപ്പഗേറ്റ് ചെയ്യുക, അതുവഴി വിലപേശൽ നടത്തുക എന്നൊരു നീക്കം തന്നെയാണ് നടക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഖത്തറിൻ്റെ സമാധാന ചർച്ചകൾ ഏറെ പ്രാധാന്യമർഹിക്കുന്നത് എന്നതും വസ്തുതയാണ്. നമുക്കറിയാവുന്നതാണ് ഡൊണാൾഡ് ട്രംപ് ഈ ജനുവരി 20 അധികാരത്തിലേറും മുമ്പ് ബന്ദികളുടെ മോചനം സാധ്യമാകണമെന്ന് ഒരു അന്ത്യശാസനം ഹമാസിന് നൽകിയിരുന്നു. ഈ ഹമാസിന് അന്ത്യശാസനം നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ മധ്യസ്ഥ പ്രവർത്തനങ്ങളിൽ നിന്നും മധ്യസ്ഥ ഇടപെടലുകളിൽ നിന്നും പിന്തിരിഞ്ഞ ഖത്തർ വീണ്ടും മധ്യസ്ഥ ഇടപെടലുകളിലേക്ക് എത്തുകയും ദോഹയിലെത്താൻ ഹമസ് നേതാക്കളോട് നിർദ്ദേശിക്കുകയും ചെയ്തത്. സ്വാഭാവികമായും ദോഹയിലെത്തിയാൽ അത്തരത്തിലുള്ള സമാധാന ചർച്ചകൾ നടക്കാനുള്ള സാധ്യത അന്നേ തെളിഞ്ഞിരുന്നു. ഇന്നലെ ഇത് സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രി ഇത് സംബന്ധിച്ചുള്ള നിലപാടുകൾ വളരെ കൃത്യമായി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ബന്ദികളുടെ മോചനം അടിയന്തരമായി സാധ്യമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ശ്രമം ഊർജിതമായി തുടരുക തന്നെയാണ്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇനി ഒരുപാട് പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഒരു നാടും രാജ്യവും ഒക്കെ തന്നെ കാത്തിരിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. സൗദി അറേബ്യയിൽ വധശിക്ഷ റദ്ദ് ചെയ്യപ്പെട്ട കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായുള്ള കുടുംബത്തിന്റെ കാത്തിരിപ്പിന് ഇന്ന് വിരാമമുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഹർജി റിയാദ് കോടതി പരിഗണിക്കും. മോചന ഉത്തരവ് ലഭിച്ചാൽ അബ്ദുൾ റഹീമിന് ഉടൻ നാട്ടിലെത്താൻ പറ്റും. അനഘ ഹർഷനുണ്ട് കോഴിക്കോട് നിന്നും. അനഘ, കഴിഞ്ഞ തവണ ഈ ഉത്തരവ് പരിഗണിക്കാതെ മാറ്റിവെച്ച സമയത്ത് ആ കുടുംബം അല്ലെങ്കിൽ അമ്മ പറയുന്നത് ഈ തങ്ങളുടെ മകൻ മടങ്ങി വരും
20 വർഷത്തിന് ശേഷം നാട്ടിലെത്തുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ആ ഒരു ദിവസം അന്നുണ്ടായില്ല. പിന്നെയും ദിവസങ്ങൾ പിന്നിട്ടു. ഇന്ന് റിയാദ് കോടതി ഈ ഹർജി പരിഗണിക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം, അല്ലേ? അബ്ദുറഹീമിന്റെ കുടുംബത്തിനെയും നമ്മുടെ നാടിനെയും ഒക്കെ സംബന്ധിച്ച് ഇന്നേറെ നിർണായകമായ ഒരു ദിവസമാണ്. കാരണം റിയാദ് കോടതി അബ്ദുറഹീമിന്റെ മോചന ഉത്തരവ് ഇന്ന് പരിഗണിക്കും. അങ്ങനെ ഇന്ന് പരിഗണിച്ച് മോചന ഉത്തരവ് റിയാദ് കോടതി ഇട്ടുകഴിഞ്ഞാൽ അബ്ദുറഹീമിന് മോചനം എത്രയും പെട്ടെന്ന് സാധ്യമാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. അങ്ങനെ ഇന്ന് മോചന ഉത്തരവ് വന്നു കഴിഞ്ഞാൽ ഈ മാസം അവസാനത്തോടു കൂടിയോ അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യവാരമോ അബ്ദുറഹ്മാന് തിരിച്ച് നാട്ടിലേക്ക് എത്താൻ കഴിയും. 20 വർഷത്തിന് ശേഷമായിരിക്കും അങ്ങനെയെങ്കിൽ അബ്ദുറഹ്മാന് നാട്ടിലേക്ക്, സ്വന്തം ജനിച്ചു വരുന്ന നാട്ടിലേക്ക് തിരിച്ചെത്താൻ കഴിയുക. കഴിഞ്ഞ തവണ കുടുംബം ഏറെ പ്രതീക്ഷയോടെയാണ് കഴിഞ്ഞ മാസം ഈ കേസ്, ഈ മോചന ഹർജി റിയാദ് കോടതി പരിഗണിച്ചിരുന്നു. പക്ഷെ അന്ന് വിധി പറയാൻ ഡിസംബർ 8 മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. അന്ന് റഹീമിന്റെ ഉമ്മയടക്കം ഏറെ സങ്കടത്തോടെയായിരുന്നു ഉണ്ടായിരുന്നത്. അവരന്ന് ഏറെ പ്രതീക്ഷയോടെയായിരുന്നു കാത്തിരുന്നത്. പക്ഷെ അന്ന് ആ വിധി ഉണ്ടായില്ല. എന്തായാലും ഇന്ന് മോചന ഉത്തരവ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഇനി ഏകദേശം ഒരു 11 മണിയോട് കൂടിയായിരിക്കും ഈ കോടതി നടപടികൾ ആരംഭിക്കുക. എന്തായാലും ഇന്ന് ആ മോചന ഉത്തരവ് ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബം. ഈ 18 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ റിയാദ് പൗരന്റെ കൊലപാതകവും മരണവുമായി ബന്ധപ്പെട്ട് അബ്ദുറഹീം ജയിലിലാകുന്നത്. പിന്നീട് ഈ കുടുംബം അബ്ദുറഹ്മാൻ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്തു. 34 കോടി രൂപ ദയാധനമായി നൽകിയതിനു ശേഷമാണ് അബ്ദുറഹ്മാന്റെ മോചനമടക്കം വധശിക്ഷയടക്കം റദ്ദാക്കിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ദിവസം അബ്ദുറഹ്മാനെയും നമ്മുടെ നാടിനെയും ഒക്കെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. 11 മണിയോട് കൂടിയായിരിക്കും ഈ റിയാദ് കോടതി മോചന ഹർജി പരിഗണിക്കുക. എന്തായാലും ഇന്ന് മോചന ഉത്തരവ് ഉണ്ടാകും എന്ന ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് നാടും അബ്ദുറഹ്മാന്റെ കുടുംബവും ഒന്നടങ്കം തന്നെ. എന്തായാലും സൗദി അറേബ്യയിൽ വധശിക്ഷ റദ്ദ് ചെയ്യപ്പെട്ട കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹ്മാന്റെ മോചനത്തിനായുള്ള കുടുംബത്തിന്റെ കാത്തിരിപ്പിന് ഇന്ന് വിരാമം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഹർജി റിയാദ് കോടതി 11 മണിയോടെ പരിഗണിക്കും. അനഘാഹർഷനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിപ്പ് കേസിൽ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള സർക്കാർ തല അന്വേഷണം ഇഴയുന്നു. തട്ടിപ്പ് റിപ്പോർട്ട് ചെയ്ത് ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ കൂട്ടാക്കുന്നില്ല സർക്കാർ. കൂടുതൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്ന ഇൻഫർമേഷൻ കേരള മിഷൻ പരിശോധനയും മന്ദഗതിയിലാണ്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ഒപ്പം ചേരുന്നു. ടിൻഡുവിന് ഓർമ്മയുണ്ടോ എന്നറിയില്ല, അന്ന് ഈ വാർത്ത അന്വേഷണം വരുന്നു എന്ന വാർത്ത വന്നപ്പോൾ തന്നെ ഞാൻ ചോദിച്ചിരുന്നു, ഇത് കണ്ണിൽ പൊടിയിടലാണോ എന്ന്. അതായത് ഇനിയുമുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതാരെന്നറിയാനുള്ള കാത്തിരിപ്പാവും. അപ്പം സ്വാഭാവികമായും മുൻപ് തട്ടിപ്പ് നടത്തിയവരെ കണ്ടെത്താനോ പുറത്ത് അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ വരാനുള്ള സാധ്യതകൾ കുറയും. ശരിക്കും കണ്ണിൽ പൊടിയിടലായിരുന്നു അന്വേഷണവും നടപടി ഉണ്ടാകുമെന്ന പ്രഖ്യാപനവും എന്നുറപ്പാകുന്നു, അല്ലേ? തീർച്ചയായിട്ടും കൃഷ്ണരാജ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരള ഇൻഫർമേഷൻ മിഷന്റെ അന്വേഷണം വരെ ഇപ്പോൾ മന്ദഗതിയിലാണ് പോകുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അന്ന് ഈ 1854 പേരുടെ ലിസ്റ്റുകൾ പുറത്തു വന്നതിന് ശേഷം അവർക്കെതിരെ നടപടി ഉണ്ടാകും, അവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികളിലേക്ക് പോകുമെന്നൊരു പ്രഖ്യാപനം മാത്രമാണ് വകുപ്പുകളുടെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അതിനുശേഷം ഒരു അന്വേഷണമോ ഒരു നടപടിയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണ പുരോഗതിയോ ഉണ്ടായിട്ടില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റവന്യൂ, തദ്ദേശ വകുപ്പുകൾ, ധനവകുപ്പുകളൊക്കെ സംയുക്തമായി ചേർന്നുകൊണ്ട് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഒരാഴ്ചയൊക്കെ പിന്നിടുമ്പോൾ ഇതിനെപ്പറ്റി ഒരു അക്ഷരം പോലും സർക്കാരോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പുകളോ മിണ്ടുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരള ഇൻഫർമേഷൻ മിഷൻ അന്ന് നടത്തിയ പരിശോധനയുടെ ഫലമായിട്ട് 1454 പേര് ഇത്തരത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ തട്ടിക്കുന്നതായിട്ട് കണ്ടെത്തി. തുടർന്ന് CAG റിപ്പോർട്ടിലെ വിവരങ്ങൾ വരുന്നു. CAG റിപ്പോർട്ട് വരുമ്പോൾ ഏതാണ്ട് 9000 പേര് 2017 മുതൽ ഇത്തരത്തിൽ പെൻഷൻ തട്ടുന്നതായിട്ട് കണ്ടെത്തിയതായിട്ട് സർക്കാരിനെ അറിയിച്ചിരുന്നു. ആ റിപ്പോർട്ട് വരുന്നു. അതിനുശേഷം വിജിലൻസ് അന്വേഷണം വരുന്നു. വിജിലൻസ് അന്വേഷണം വന്ന് ഏതാണ്ട് 2 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയല്ല, 2 ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ഈ വഴിവിട്ട രീതിയിൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളിലെ തട്ടിപ്പുകൾ നടത്തിയതെന്ന് കണ്ടെത്തി. അതിനുശേഷം ഈ ഉന്നത ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഈ അർഹതയില്ല, അതായത് 1 ലക്ഷം രൂപയിൽ മുകളിൽ വരുമാനമുള്ള ആഡംബര കാറും ആഡംബര വീടുമൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജീവിതശൈലി നയിച്ചു പോകുന്നവരെ ഇത്തരത്തിൽ സുരക്ഷാ പെൻഷനുകൾ
വാങ്ങുന്നതായിട്ട് കണ്ടെത്തി. പക്ഷെ ഇതൊക്കെ കണ്ടെത്തിയിട്ട് ഈ പണം തിരിച്ചു പിടിക്കാനോ ഇവർക്കെതിരെ നടപടികൾ സ്വീകരിക്കാനോ ഇതുവരെ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകുന്നതാണ് ഏറ്റവും പരിതാപകരമായിട്ടുള്ള കാര്യം. നമുക്കറിയാം, കോടിക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ സർക്കാരിന് ലഭിക്കാനുള്ളത്. ഓരോ മാസവും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ വാങ്ങേണ്ട പെൻഷൻ തുകയാണ് ഇത്തരത്തിൽ അനർഹരായിട്ടുള്ള അല്ലെങ്കിൽ അനർഹരായിട്ടുള്ളവർ ഇത്തരത്തിൽ തട്ടിയെടുത്തത്. ഈ തട്ടിയെടുത്ത തുകയ്ക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാമ്പത്തിക തിരിമറി തന്നെ പറയും, ഈ സാമ്പത്തിക തിരിമറി നടത്തി അല്ലെങ്കിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയവർക്കെതിരെ യാതൊരു വിധത്തിലുള്ള നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ ഇവർക്ക് കൂട്ടുനിന്നവരും അതോടൊപ്പം ഈ തട്ടിപ്പ് ചെയ്യാൻ മുതിർന്നവരും ഒക്കെ സർക്കാരിനും അതോടൊപ്പം ഇതര സംവിധാനങ്ങൾക്കൊക്കെ എത്രയും പ്രിയപ്പെട്ടവരാണ് അല്ലെങ്കിൽ എത്രയും പ്രധാനപ്പെട്ടവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ഈ ഒരു അന്വേഷണവും പ്രഹസനമായിട്ട് തന്നെ മാറും. അപ്പോഴും പാവങ്ങളാണ് ഇതിന്റെ ദുരിതം അനുഭവിക്കുന്നത്. ശരി, ടിൻഡുവിലേക്ക് വീണ്ടും വരേണ്ടതുണ്ട്. മറ്റൊരു വാർത്ത, സംസ്ഥാനത്തെ വൈദ്യുതി നിരക്ക് വർധനവിൽ CPM-ന് ആശങ്ക. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയുള്ള നിരക്ക് വർധനവ് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയിലാണ് CPM നേതൃത്വം. ഈ സാമ്പത്തിക വർഷം മാത്രം 3 തവണയാണ് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചത്. അതേസമയം നിരക്ക് വർധനവിനെ ന്യായീകരിച്ച് KSEB രംഗത്തെത്തി. ടിൻഡുവിലേക്ക് വീണ്ടും. ടിൻഡു, എന്താണ് വൈകിയൊരു വിവേകം CPM-ന്? CPM നയിക്കുന്ന സർക്കാരിൻ്റെ ഭാഗമാണല്ലോ വൈദ്യുതി വകുപ്പ് വരുന്നത്. കെ കൃഷ്ണൻകുട്ടി മറ്റൊരു പാർട്ടിയുടെ നേതാവാണെങ്കിൽ പോലും CPM അറിയാതെ ഇങ്ങനെ സംഭവിക്കില്ലല്ലോ. എന്തുകൊണ്ട് വൈകി വന്ന വിവേകം? ഉപതെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഇത്തരത്തിൽ വൈദ്യുതി വർധനവ് വേണമെന്ന് KSEB ആവശ്യപ്പെട്ടിരുന്നു. അത് വൈദ്യുതി ബന്ധത്തോട് ബോർഡ് സർക്കാരുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യുന്നു. പക്ഷേ ആ സമയത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് പാർട്ടിക്കും മുന്നണിക്കും വലിയ രീതിയിൽ പ്രതികൂലമായിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പ്രഖ്യാപനത്തിലേക്ക് കടക്കാമെന്നായിരുന്നു പാർട്ടിയുടെ തീരുമാനം. ഇനി എന്തായാലും ആശങ്ക മുന്നോട്ട് വെക്കുന്നത് ഇത്തരത്തിൽ വൈദ്യുതി, വെള്ളക്കരം, അതോടൊപ്പം തന്നെ നിത്യോപയോഗ സാധനങ്ങളുടെ വില, ഇതൊക്കെ സാധാരണക്കാരെയൊക്കെ പ്രതികൂലമായി ബാധിക്കുന്ന വിഷയങ്ങളാണ്. ഏതാണ്ട് 50 യൂണിറ്റിന് താഴെ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്കും പോലും വൈദ്യുതി വർധനവ് ഉണ്ടായിട്ടില്ല എന്നാണ് ആദ്യത്തെ ദിവസം ഈ ഉത്തരവ് വന്ന സമയത്ത് ഈ പറഞ്ഞത്. പക്ഷെ അതിൽ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത് അല്ലെങ്കിൽ അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു കാര്യം പറയുന്നത് 50 യൂണിറ്റിന് താഴെ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് 1.5 പൈസ വൈദ്യുതി ചാർജ് വർദ്ധിക്കുന്നുണ്ട്. അതായത് 5 രൂപ പ്രതി ദിവസം 5 രൂപ വർധനവുണ്ട്. അങ്ങനെയെങ്കിൽ ഏതാണ്ട് 1.5 ലക്ഷത്തിലധികം വരുന്ന ആളുകളിൽ നിന്ന് ഇത്തരത്തിൽ ഈ പ്രതിമാസം 10 രൂപ ഇനത്തിൽ ഈടാക്കേണ്ടി വരും. അപ്പൊ അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള സാമ്പത്തികമായിട്ട് ലാഭം മുന്നിൽ കണ്ടുകൊണ്ട് KSEB തീരുമാനമെടുക്കുമ്പോൾ അത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് പ്രക്ഷോഭങ്ങളിലൊക്കെ കടക്കും. അത് ഒരുപക്ഷെ മുന്നണിക്ക് അല്ലെങ്കിൽ CPM-നെ അത് പ്രതികൂലമായിട്ട് ബാധിക്കും. ഈ വൈദ്യുതി കരം വർദ്ധിപ്പിക്കുന്ന വൈദ്യുതി താരിഫ് വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ വരുന്ന സമയത്ത് തന്നെ CPI ഇതിനൊരു എതിർപ്പ് അറിയിച്ചില്ലെങ്കിൽ പിന്നീട് ശരി, എന്തായാലും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാത്തിനും കൂടുതലാണ് പൈസ എന്ന് പറയുന്നത്. ഇപ്പോൾ എടുത്തു ചാടി ഈ വൈദ്യുതി നിരക്ക് കൂടെ വർദ്ധിച്ചു. പക്ഷേ അത് തിരിച്ചടിയാകുമോ, ജനങ്ങൾ തന്നെ അതൊരു തിരിച്ചടി നൽകുമോ എന്നുള്ള ഭയത്തിൽ തന്നെയാണ് ഇപ്പോൾ CPM ഉള്ളത്. ടിൻഡുദാസാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നക്ഷത്ര ഗ്രാമം ഒരുക്കി ക്രിസ്മസിന് വരവേൽക്കുകയാണ് ഇടുക്കി രാജകുമാരി ദേവമാതാ ദേവാലയം. കുടുംബ യൂണിറ്റുകളുടെ നേതൃത്വത്തിലാണ് പള്ളി അങ്കണത്തിൽ നക്ഷത്ര ഗ്രാമം ഒരുക്കിയിരിക്കുന്നത്. വിവിധ വലിപ്പത്തിലും വർണ്ണത്തിലുമുള്ള 40-ലധികം നക്ഷത്രങ്ങളാണ് ഇടവക ദേവാലയത്തിന് മുന്നിൽ ഒരുക്കിയിരിക്കുന്നത്. വർണ്ണവിസ്മയങ്ങളുടെ ആ കാഴ്ച കാണാം. രക്ഷകന്റെ വരവറിയിച്ച് കിഴക്ക് ഒരു നക്ഷത്രമാണ് ഉദിച്ചതെങ്കിൽ പ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രമായ രാജകുമാരി ദേവമാതാ ദേവാലയ മുറ്റത്ത് നക്ഷത്ര സമൂഹമാണ് രക്ഷകനെ വരവേൽക്കുന്നത്. ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി കുടുംബ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലാണ് ദേവാലയ അങ്കണത്തിൽ നക്ഷത്ര ദീപങ്ങളുടെ ഗ്രാമം ഒരുക്കിയത്.
തുടർച്ചയായ 2ാം വർഷമാണ് കുടുംബ യൂണിറ്റുകളുടെ സഹകരണത്തോടെ വിവിധ വലുപ്പത്തിലുള്ള 40-ലധികം നക്ഷത്രങ്ങൾ പള്ളിയങ്കണത്തിൽ വെളിച്ചം വിതറുന്നത്. 5 അടിയോളം ഉയരമുള്ള നക്ഷത്ര വിളക്കുകളാണ് ഓരോ യൂണിറ്റുകളും അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. 43 കുടുംബ കൂട്ടായ്മകൾ തിരുമുറ്റത്ത് നക്ഷത്ര വിളക്കുകൾ നാട്ടിയതോടെ വർണ്ണവിസ്മയങ്ങളുടെ മനോഹര കാഴ്ചയായി മാറിയിരിക്കുകയാണ് രാജകുമാരി ദേവമാതാ ദേവാലയവും പരിസരവും. ഈ ക്രിസ്മസിന് ഒരുക്കമായിട്ട് ആളുകളെയൊക്കെ ഒരുമിച്ച് കൂട്ടുന്നതിനും പ്രത്യേകിച്ച് കൂട്ടായ്മ അടിസ്ഥാനത്തിൽ അവർക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി കിട്ടുന്ന നല്ലൊരു അവസരം എന്ന നിലയിലാണ് ഇങ്ങനെ ഒരു മത്സരം പോലെ ഇടവകയിലെ ഇവിടെ 43 കൂട്ടായ്മയാണുള്ളത്. അവർക്ക് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു ഭാഗഭാഗത്വം കിട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇങ്ങനെ നക്ഷത്ര വിളക്കുകൾ തയ്യാറാക്കി പള്ളിമുറ്റത്ത് സ്ഥാപിക്കാനായിട്ട് തീരുമാനമെടുത്തത്. ഇടവകയിലെ ഭക്തജനങ്ങളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച നക്ഷത്ര വിളക്കുകളുടെ നിർമ്മാണം 3 ദിവസം കൊണ്ടാണ് കുടുംബ കൂട്ടായ്മകൾ പൂർത്തീകരിച്ച് പള്ളിയങ്കണത്തിൽ സ്ഥാപിച്ചത്. പള്ളി കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ 25 അടി ഉയരമുള്ള വലിയ നക്ഷത്രവും ഒരുക്കിയിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ അടിമാലി പൂപ്പാറ പാതയിലൂടെ കടന്നു പോകുന്നവർക്ക് പ്രതീക്ഷയുടെ പുതിയ വർണ്ണ വെളിച്ചം പകരുകയാണ് നക്ഷത്ര ഗ്രാമം. ഇത് കാണുവാനും ആസ്വദിക്കുവാനും ചിത്രങ്ങൾ പകർത്തുവാനുമൊക്കെയായി നിരവധി ആളുകളാണ് പള്ളി അങ്കണത്തിലേക്ക് എത്തുന്നത്. ജനം, ഇടുക്കി. തൃശൂർ ഒല്ലൂരിൽ പോലീസിന് നേരെ വീണ്ടും CPM നേതാവിന്റെ അതിക്രമം. സീനിയർ സിവിൽ പോലീസ് ഓഫീസറുടെ കൈയൊടിച്ചു. ഏരവിമംഗലം ഷഷ്ടിക്കിടെയായിരുന്നു അക്രമം നടന്നത്. ഇനിയൊരു താരകുടുംബത്തിലെ വളർന്നു വരുന്ന ഒരു നടൻ എന്ന് തന്നെ നമുക്ക് പറയാം. അല്ലെങ്കിൽ തന്നെ അത് എന്തായാലും എല്ലാവർക്കും അറിയാന്നുള്ളൊരു കാര്യം. സമീപകാലത്ത് മറ്റു വിവാഹവും നടന്നിരുന്നു. താരദമ്പതികളായ ജയറാമിന്റെയും പാർവതിയുടെയും മകനും നടനുമായ കാളിദാസ് ജയറാം വിവാഹിതനായി. ഗുരുവായൂരിൽ വെച്ചാണ് കാളിദാസ് സുഹൃത്തും മോഡലുമായ തരിണി കലങ്കരായർക്ക് താലി ചാർത്തിയത്. രാവിലെ 7:15-നും 8-നും ഇടയിലെ മുഹൂർത്തത്തിലായിരുന്നു താലികെട്ട്. ഇനി ജനം കുടുംബത്തിലെ ഒരു ബർത്ത്ഡേ വിശേഷമാണ്. ടെക്കിലെ അതെ, നിതിൻ കുമാറിൻ്റെ ജന്മദിനമാണെന്ന്. നിതിൻ കുമാറിന് ജനൻ TV-യുടെ എല്ലാ കുടുംബാംഗങ്ങളുടെയും പിറന്നാൾ ആശംസകൾ നേരുന്നു. ഉറപ്പായും ഞങ്ങൾ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് വരുന്നുണ്ട്. ലഡ്ഡു, ജിലേബി, എന്തെങ്കിലുമൊക്കെ സ്വീറ്റ്സ് വാങ്ങി വയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിതിൻ, ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ നിതിൻ കുമാർ. അപ്പോൾ ഒരുപാട് വാർത്തകൾ കണ്ടു. കൂടുതലും ഹാർഡ് ന്യൂസ് ആയിരുന്നു. അതായത് സംഭവിക്കാനിരിക്കുന്നത്, സംഭവിച്ചത്, വെളിപ്പെടുത്തലുകൾ, ഗുരുതരമായ ആരോപണങ്ങൾ, നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ നിലവിലത്തെ അവസ്ഥയിലും വരുന്ന വാർത്തകൾ, KSEB വൈദ്യുതി നിരക്ക് കൂട്ടിയത്, അതിൽ CPM-നുണ്ടായ തിരിച്ചറിവ്, അങ്ങനെ നിരവധി വാർത്തകൾ ഉണ്ടായിരുന്നു. അന്താരാഷ്ട്ര വാർത്തകൾ ഉണ്ടായിരുന്നു. ദേശീയ വാർത്തകൾ, അന്താരാഷ്ട്ര വാർത്തകൾ. ജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ബംഗ്ലാദേശിലെ വാർത്ത ഇവിടെയാണ്. ഞങ്ങളത് വിശദമായിട്ട് തന്നെ 11 മണി ബുള്ളറ്റിൻ എടുക്കുന്നതുണ്ട്, ചർച്ചയുണ്ട്, അതിഥികളുണ്ട്. അതൊക്കെ തന്നെ വിശദമായിട്ട് നമുക്ക് കാണാം 11 മണി ബുള്ളറ്റിൻ. അപ്പം ഇന്നത്തെ പൂർണ്ണമാകുന്നു. വീണ്ടും ശുഭദിനം ആശംസിക്കുന്നു. നമസ്തേ.